നഫീസ ബീവി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അഹ്ലു ബൈത്ത് നിലനിൽക്കും എന്നതിന് ഖുർആനിൽ തെളിവുണ്ട്. ഹദീസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഖുർആനിൽ തന്നെ തെളിവുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ, അൽ കൗസറിനെ തങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ട് നബിയേ. അൽ കൗസറിനെ നമ്മൾ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നബിയേ. എന്താണ് അൽ കൗസർ എന്ന് ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുമ്പോൾ പല വിശദീകരണങ്ങളും ഉണ്ട്. ഒരു വിശദീകരണം എന്താണ്? റാസി ഇമാമിന്റെ തഫ്സീറിലുണ്ട്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മക്കൾ പരമ്പര, അതാണ് അൽ കൗസർ. ആ അൽ കൗസറിനെ തങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ട് നബിയേ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മക്കൾ പരമ്പര. നിങ്ങളുടെ പേരെന്താ? മുഹമ്മദ്. മുഹമ്മദ് നല്ല പേരാണ്. പഴയ കാലത്ത് അധികം അങ്ങനത്തെ പേരുണ്ടാകുക. മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി, അല്ലെങ്കിൽ കുട്ടി മുഹമ്മദ്, അല്ലെങ്കിൽ കുഞ്ഞ് മുഹമ്മദ്, അല്ലെങ്കിൽ കുട്ടി അഹമ്മദ് കുട്ടി, അങ്ങനെയൊക്കെ റസൂലുള്ളാഹിന്റെ പേര്, അല്ലെങ്കിൽ സൈദലബി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒമ്പർത്ത് അങ്ങ് പാപ്പാന്റെ പേര്. ഏതായാലും നല്ല പേരിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എന്താ നമ്മൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മക്കള് പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. എവിടെ പറഞ്ഞു? ഇന്ന മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓത്. ഇന്നാ അഅതൈനാകൽ കൗസർ. എല്ലാ കുട്ടികളും ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ മക്കളൊക്കെ ചെറിയ സൂറത്തൊക്കെ കാണാതെ അറിയുന്നവരാണ്. വലിയ സൂറത്തുകളും ഹിഫ്ളാകാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണം റഹ്മാനെ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മക്കൾ പരമ്പര. അതെ, കുടുംബം. അത് തന്നെ കുടുംബം. മാഷാ അല്ലാഹ്. കുട്ടി പറഞ്ഞത് ശരിയാണ്. എന്റെ പേരെന്താ? അംജദ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹിന്റെ കുടുംബം അതാ അല്ലാഹ് തന്റെ അമ്പിനാലെ ആദരിത്തമൈത്തേ ആറ്റലന്നബിന്റെ മകൾ ഫാത്തിമ ബി പേറ്റേ. ഫാത്തിമ ബിക്ക് എത്ര മക്കളാ? 6 മക്കളുണ്ട് എന്ന് കിതാബുകളിലുണ്ട്. ഇസ്ആഫുർ റാഗിബീനിൽ പറയുന്നുണ്ട്. 2 അല്ല, ഫാത്തിമ ബീവിന്റെ മക്കള് 2 അല്ല, 6 ആണ്. ചിലര് പറയുന്നു 5 ആണ്. ഏതായാലും 5ൽ കുറയാത്ത മക്കള് ഫാത്തിമ ബീവിക്കുണ്ട്. അതിൽപ്പെട്ട മൂത്ത മോനാണ് നൂറുൽ അബ്സാർ ഫീ മനാഖിബി അഹ്ലി ബൈത്തിൻ നബിയിൽ മുഖ്താർ. ആ കിതാബിൽ പറയുന്നുണ്ട് മൂത്ത കുട്ടി ഹസൻ എന്നവരാണ്, രണ്ടാമത്തെ കുട്ടി ഹുസൈൻ എന്നവരാണ്. നല്ല മകനായ ആ ഫാത്തിമ ബീവിന്റെ രണ്ടാമത്തെ ഹസൻ എന്ന കുട്ടി മൂത്ത കുട്ടിയാണ്. ഹസൻ എന്ന കുട്ടിയുടെ മോനാണ് സെയ്ദ് എന്ന് പറയുന്നവർ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മക്കള് പരമ്പരയിലായിട്ട്, ഹസൻ എന്നവരുടെ പരമ്പരയിലായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ മോനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് പരമ്പരയിലായിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹാ ജനിക്കുകയാണ്. നല്ല മകനായ ഹസനാരിലുൽ ബവീത്തേ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിലായി ജനീത്തേ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മകൻ ഹസൻ, അതായത് ഫാത്തിമ ബീവിന്റെ മകൻ ഹസൻ, അവരെ മകൻ സെയ്ദ്. ഹസൻ എന്നവരെ മകൻ സെയ്ദ്, ആ സെയ്ദ് എന്നവരെ മകൻ ഹസൻ. ഫാത്തിമ ബീവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ എന്നവരെ മകൻ സെയ്ദ്, സെയ്ദ് എന്നവരെ മകൻ ഹസൻ. വല്ലിപ്പാന്റെ പേര് കുട്ടി കിട്ടതാ. ആ ഹസൻ എന്നവരെ മോളാണ് ആര്? നഫീസ ബീവി. ആര്?
അപ്പൊ ഹസൻ എന്നവരെ പേരക്കുട്ടിയാണ് റസൂലുള്ളാഹിന്റെ മോള കുഞ്ഞായ ഹസൻ എന്നവരെ കുട്ടിയെ പരമ്പരയിൽപ്പെട്ടവരാണ്. നല്ല മകനായ ഹസൻ, ഹസൻ എന്നവരെ പരമ്പരയിലാണെന്ന് എല്ലാ കിതാബിലും പറയുന്നു. അതുകൊണ്ട് ഹുസൈൻ എന്നുള്ളത് അച്ചടിപ്പശകാണ്. അതുകൊണ്ട് മാല കേൾക്കുന്നവരിൽ ഇവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നല്ല മകനായ ഹസൈനാരിലുൽ ബവീത്തേ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിലായി ജനീത്തേ. അപ്പൊ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. റസൂലുള്ളാഹിന്റെ കുടുംബം ഉണ്ടാവുന്നില്ല. ഖുർആന്റെ ആയത്ത് നമ്മൾ പറഞ്ഞു. എത്രയോ തെളിവുകളുണ്ട് പറയാൻ, എത്രയോ തെളിവുകൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടുത്തെ സഹോദരിമാര് അൽഹംദുലില്ലാഹ് നഫീസ ബീവിന്റെ ആണ്ട് ആദ്യമായിട്ട് ഇവിടെ കഴിക്കുകയാണ്. ഇവിടുത്തെ സഹോദരിമാര് റമദാനിൽ നടക്കുന്ന ക്ലാസ്സിലേക്ക് 1000, 1500, 2000 അങ്ങനെ പലതും തരലുണ്ട്. അൽഹംദുലില്ലാഹ്. അത് എഴുതിപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആൾക്കാർ വരുമ്പോൾ പരമാവധി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഇവിടുത്തെ സഹോദരിമാര് മാത്രമല്ല, ഓൺലൈനിൽ ആരെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മെസ്സേജ് കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് 101 ഉറുപ്പിയെങ്കിലും കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്ത് നിലനിൽക്കുന്നതിന് ഒരുപാട് തെളിവുണ്ട്. അന്ന അലി ഇബ്നു ഇമാം ബുഖാരിയിലുള്ള ഒരു തെളിവ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള തെളിവ്, പലതും പറഞ്ഞ കൂട്ടത്തിൽ ഒരു തെളിവ് അത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർബല യുദ്ധം നടന്നു. കർബല എന്ന് പറഞ്ഞാൽ ആരുടെ കാലത്താണ്? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞു. കർബല യുദ്ധം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞ് 6 മാസം ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഈ പറഞ്ഞ നഫീസത്തുൽ മിസ്രിയ ബീവിന്റെ ഉപ്പാപ്പയായ ഫാത്തിമ ബീവിന്റെ മോളായ അരി ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസം ഭരണം നടത്തി. പിന്നെ സുദീർഘമായ കാലം സ്വഹാബിയായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തി. ഒരു സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഉമവിയ്യ ഖിലാഫത്തിന്റെ ഒന്നാമത്തെ ആളാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഭരണാധികാരിയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മോനായ യസീദ് എന്നവർ. മുആവിയ തങ്ങളുടെ കാലത്തിന് ശേഷം വന്ന ഭരണാധികാരിയാണ് മുആവിയ തങ്ങളുടെ മോനായ, ഉറക്കനെ പറയും, ശരിയാണ്, യസീദ് എന്നവർ. ആ യസീദിന്റെ കാലത്തുണ്ടായ സംഗതിയാണ് കർബല യുദ്ധം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി. റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിൽ പെട്ട 23 ആൾ ഷഹീദായതിനു ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനായ അലി എന്നവർ മടങ്ങി വരികയാണ് കൂഫയിൽ നിന്ന് മദീനത്തേക്ക്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് അൻ ഇബ്നു ശിഹാബിൻ അന്ന അലി ഇബ്നു ഹുസൈൻ ഹദ്ദസഹു. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെ മോനായ അലി റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് മടങ്ങി വന്നപ്പോൾ അന്നഹും ഹീന ഖദിമുൽ മദീന മിൻ ഇൻദി യസീദ് ഇബ്നു മുആവിയ. അബൂദാവൂദിലുള്ള വാചകമാണ് ഞാൻ വായിക്കുന്നത്. അന്നഹും ഹീന ഖദിമുൽ മദീനത മിൻ ഇൻദി യസീദ് ഇബ്നു മുആവിയ. അതേ ഹുസൈൻ തങ്ങൾ കൊന്ന, ഹുസൈൻ തങ്ങൾ ഷഹീദായ ആ കർബല യുദ്ധത്തിൽ നിന്ന് യസീദിന്റെ അടുക്കൽ നിന്നിട്ട് ഹുസൈനാര മകൻ മടങ്ങി വന്നപ്പോൾ, ഹുസൈനാര മോന്റെ പേരെന്താണ്? മടങ്ങി വന്ന മോന്റെ പേര് അലി. അലി, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. പറയൂ മാഷാ അല്ലാഹ്. വലിയ ആൾക്കാർക്ക് വരെ ഉത്തരം പറയണില്ല, അവരറിയാത്തോണ്ടല്ല, അതബുണ്ട്. അവന്നാൽ ഈ കുട്ടി പറഞ്ഞല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനായ അലി എന്നവര് വന്നപ്പോൾ ലഖിയഹു അൽ മിസ്വർ ഇബ്നു മഖ്റമ. ചിന്തിക്കണേ, ശ്രദ്ധിക്കണേ. മദീനത്തേക്ക് കർബല യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നതാണ് ആര്? റസൂലുള്ളാഹിന്റെ പേരമോനായ ഹുസൈനാര മോനായ അലി എന്നവർ, അലി സൈനുൽ ആബിദീൻ എന്നവർ മടങ്ങി വന്നപ്പോൾ ലഖിയഹു അൽ മിസ്വർ ഇബ്നു മഖ്റമ. മിസ്വർ എന്ന് പേരുള്ള ഒരു സ്വഹാബി ഉണ്ട്, ചെറിയ കുട്ടിയാണ്, റസൂലുള്ളാഹിന്റെ കാലത്ത് ചെറിയ കുട്ടിയാണ്. ഈ മിസ്വർ എന്ന് പറഞ്ഞ സ്വഹാബി ഈ ഹുസൈനാര മോനായ അലി എന്നവരെ കണ്ടുമുട്ടുകയാണ്. ഫഖാല ലഹു, മിസ്വർ എന്ന സ്വഹാബി പറയാണ് ഈ ഹുസൈൻ തങ്ങളെ മോനോട്, അലിയാരോട് പറയാണ്, അലി സൈനുൽ ആബിദീൻ തങ്ങളോട് പറയാണ്, ഹല്ലക ഇലാ ഹാജത്തിൻ ഹല്ലക ഇലയ്യ മിൻ ഹാജത്തിൻ തഅമുറുനി ബിഹാ. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണോ? ആരാ പറഞ്ഞത്?
മിസ്വർ മാഷാ അല്ലാഹ്. മിസ്വർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഖിദ്മ ചെയ്തു തരണോ? ഫഖുൽതു ലഹു ലാ. ഹുസൈനാർ കർബലയിൽ ഷഹീദായ ഹുസൈനാർ തങ്ങൾ കർബലയിൽ ഷഹീദായ ആളാണ്. ചെറിയ കുട്ടിനെ അങ്ങനെ മലർത്തി പിടിച്ചിട്ട് ശത്രുക്കളോട് പറഞ്ഞിട്ടുണ്ട് ഹുസൈനാർ. മുസ്ലിം പേരുള്ളവരായ ശത്രുക്കളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? കർബലയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടിക്ക് കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഈ കുട്ടിന്റെ ഉമ്മ എന്റെ ഭാര്യന്റെ മൊരയിൽ പാല് പറ്റിപ്പോയിട്ടുണ്ട്. മുത്ത് നബിന്റെ സമുദായമേ, മുസ്ലിം കുലത്തിൽ ജനിച്ചവരെ, ത്വാഹ റസൂലിന്റെ പൗത്രനിതാ, ദാഹം സഹിക്കാതെ. മോനെ ഇങ്ങോട്ട് നോക്ക്. അയാളെ പിന്നെയും കാണാൻ, എന്നെ പിന്നെ കാണാൻ പറ്റില്ല. അയാളെ കാണാൻ നിങ്ങൾ ഇവിടെ വന്നിരുന്നത്. അപ്പൊ അങ്ങോട്ട് നോക്ക്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൂഫയിലതാ ആ കർബല യുദ്ധത്തിൽ വെച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിന്റെ അണ്ണാക്കിൽ വെള്ളം പറ്റിയപ്പോൾ, ചോര പൈതലിന്റെ അണ്ണാക്കിൽ വെള്ളം പറ്റിയപ്പോൾ ആ ശത്രുക്കളോട്, ഹുസൈൻ തങ്ങളുടെ ശത്രുക്കളോട് എന്താ പറഞ്ഞത്? മുത്ത് നബിന്റെ കുട്ടിനങ്ങനെ കാട്ടിട്ട് പറയാണ് ശത്രുക്കളോട്, മുത്ത് നബിന്റെ സമുദായമേ, മുസ്ലിം കുലത്തിൽ ജനിച്ചവരെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർക്കുമ്പോഴേക്കും നോക്കിയിട്ട് മൂപ്പിലിടക്ക് ഓഫാക്കിയാണ്. അവർക്കുമ്പോഴേക്കും നോക്കാൻ പാടില്ല. നിങ്ങളെ പേര് മോനെ സഅദ്. അല്ലാഹ്, വിജയം എന്നതിന്റെ അർത്ഥം തന്നെ. തീരെ നോക്കാൻ പാടില്ല. മുത്ത് അല്ലാഹു തആല സഈദുകളിൽ പെടുത്തണേ റഹ്മാനെ. മുത്ത് നബിന്റെ സമുദായമേ, മുസ്ലിം കുലത്തിൽ ജനിച്ചവരെ, ത്വാഹ റസൂലിന്റെ പൗത്രനിതാ, ദാഹം സഹിക്കാതെ കേഴും നീതാ. ചെറിയ കുട്ടിയാണ്, മുല കുടിക്കുന്ന കുട്ടിയാ. ഹുസൈനാര കുട്ടിയാണ്, ഫാത്തിമ ബീവിന്റെ മോന്റെ കുട്ടിയാണ്. ആ കുട്ടിക്ക് അണ്ണാക്കിൽ വെള്ളം പറ്റിപ്പോയി. കുട്ടിന്റെ ഉമ്മാണ് ഷഹർബാൻ ബീവി. ഷഹർബാൻ ബീവിന്റെ മുലയിൽ പാലില്ല. എത്രയോ ദിവസമായി വെള്ളം കുടിച്ചിട്ട്, എത്രയോ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് ശത്രുക്കളോട് പറയാണ്, നിങ്ങൾക്കും പിഞ്ചു ശിശുക്കളില്ലേ, നിർദോഷിയിൽ ശിക്ഷ ചെയ്തിടല്ലേ, എന്നോട് വൈരാഗ്യം ഉള്ളതിനാൽ എന്ത് പിഴച്ചെന്റെ പിഞ്ചു മകൻ. ശത്രുക്കൾ എന്താ ചെയ്തു അറിയോ? യൂപ്രട്ടീസ് നദി ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞൊഴുകുന്നതിന്റെ തീരത്ത് വെച്ചുകൊണ്ടിട്ടാണ് യുദ്ധം നടക്കുന്നത്. ശത്രുക്കള് വെള്ളം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ശത്രുക്കൾ അമ്പെയ്തു. ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന്റെ പട്ടാളം അമ്പെയ്തു. ഏതായാലും ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല, അത് കടന്നാൽ ഇപ്പൊ ശരിയാവില്ല. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളുടെ, സങ്കടങ്ങളുടെ സമന്വയമാണ് കർബല. അത് കഴിഞ്ഞിട്ട് ഹുസൈൻ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അലി റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ എന്നവരും മടങ്ങി വന്നപ്പോ, മദീനത്ത് വന്നപ്പോ മിസ്വർ എന്ന സ്വഹാബി പറയാണ്, നിങ്ങൾക്ക് ഞാൻ വല്ലതും ചെയ്തു തരണോ എന്ന് ചോദിച്ചിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞു. ഫഖാല ലഹു, വീണ്ടും മിസ്വർ എന്ന സ്വഹാബി പറയാണ്, മിസ്വർ റളിയല്ലാഹു അൻഹു, മിസ്വർ എന്താ പറഞ്ഞു? ഫഹൽ അൻത മുഅ്തിയ സൈഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാള്, റസൂലുള്ളാഹിന്റെ പരമ്പരായിട്ട് കിട്ടിയ വാള്, ഫാത്തിമ ബീവിക്ക് കൊടുത്ത വാള്, അത് ഫാത്തിമ ബീവിന്റെ മക്കൾക്ക് കൊടുത്ത വാള്, ഓ അലി തങ്ങളെ, നിങ്ങളെ കയ്യിലില്ലേ, അതൊന്ന് എനിക്ക് തരുമോ? فإني أخاف أن يغلبك القوم أن يغلبك القوم عليه. ആൾക്കാർ നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ട് വാളുകളെ നിങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് തരണമെന്ന് പറയാണ്. ആരാ പറഞ്ഞത്? മിസ്വർ എന്നവർ. ആ ഹദീസ് നീണ്ട സംഭവമാണ്, ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പൊ ഹുസൈൻ തങ്ങളെ മകൻ അലി എന്നവര് ബാക്കിയായിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ട്. അതിന്റെ ഒരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഹസൻ എന്ന മോന്റെ, ഹസൻ എന്നവരെ മോനാണ് ആര്? സെയ്ദ് എന്നവർ. ആ സെയ്ദ് എന്നവരെ മോനാണ് ഹസൻ എന്നവർ, ഹസനുൽ അൻവർ എന്നവർ. ആ ഹസൻ എന്നവരെ മോളായിട്ടാണ് ആര് ജനിച്ചത്? ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. ഇവിടെ ഒരു മാലപ്പാട്ട് വേറെ ഉണ്ടായിരുന്നല്ലോ, കോപ്പിന്റെ അവിടെ ഇവിടെ ഉണ്ടോ?
ഇതിന്റെ എന്റെ കയ്യിലൊരു കോപ്പി ഉണ്ട്. ഇത് നമ്മളെ തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾ അഷ്റഫി ബുക്ക് സെന്റർ തിരൂരങ്ങാടി പ്രസിദ്ധീകരിച്ചതാണ്. ഇതിലുള്ളത് തെറ്റാണ്. ഒന്നെങ്കിൽ കൽപ്പിച്ചൂട്ടി തെറ്റു കൊടുത്താണത്. ഞാൻ മനസ്സിലാക്കുന്നത് കൽപ്പിച്ചൂട്ടി തെറ്റാക്കിയതാണ്. എന്താണെന്നറിയ, എന്നാണ് നഫീസ് ഹബീബ് ജനിച്ചത്? അതിവിടെ ഇതിലുള്ള മാതിരി പാടുകയാണെങ്കിൽ ഇപ്പൊ വേണ്ട. ഇതിലുള്ളത് ചൊല്ലുവാൻ സാനത്ത് 4 നൂറും ചാദർ 10 ജബദനിൽ പക്കായ മക്ക ദിക്കദില്ലൂദീത്തേ. എങ്ങനെ ഇതിലുള്ള ചൊല്ലുവാൻ സനത്ത് 4 അല്ല ഉസ്താദേ, ഇതിൽ സനത്ത് 4. അതിലെങ്ങനെ നിങ്ങളെ മൊബൈലിലുള്ള നോക്കിയിട്ടില്ല, മൊബൈൽ നോക്കിയിട്ടില്ല. ഇത് ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്സ് കാലിക്കറ്റ് 4 അവര് പ്രസിദ്ധീകരിച്ച് ചൊല്ലുവാൻ സനത്തിനാൽ. കണ്ട, അത് ശരിയാണ്. സനത്തിനാൽ ഒറ്റ വേർഡായിട്ടാണ് എഴുതിയിരിക്കുകയാണ്. പക്ഷെ ഇതിലുള്ളത് തെറ്റാണ്. ഇതിലുള്ള ചൊല്ലുവാൻ സനത്ത് 4 എന്നതിലുള്ളത് അത് തെറ്റാണ്. സനത്ത് 4 എന്ന് അർത്ഥം വെച്ചാൽ തെറ്റാവും. അതിപ്പോ പറഞ്ഞാൽ ഇപ്പൊ എന്താ, സനത്ത് 4 100 ചതുർ 10 4 സനത്ത് 4 100 എന്ന് പറഞ്ഞാൽ, സനത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലം, 4 100 എന്ന് പറഞ്ഞാൽ 400. സനത്ത് 4 100 ചതുർ 10 ചതുർ 10 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ 440 ആയി. ജബ 2 3 അല്ലെ ഉസ്താദ്? ജീമും ബാവും 2 3. അബുജദിന്റെ കണക്ക് ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ജീമും ബാവും 2 3. അപ്പൊ എത്രയായി? എത്രാമത്തെ കൊല്ലത്തിൽ അവർ ജനിച്ചതെന്ന് വന്നു? ഇത് പ്രകാരം 400 പിന്നെ 40 പിന്നെ 5. എത്ര ഉസ്താദ്? 445. അതെ, 445 വരും ഇത് പ്രകാരം. പക്ഷെ തെറ്റാണ്. എന്നിട്ട് പറയണ്ട, ലാസ്റ്റ് പറയുന്നുണ്ട് പൊന്നിവേറെ മൗത്തി ഹിജ്റ 200 ആട്ടെ ജബദനിൽ പക്കായ. പൊന്നിവേറെ മൗത്തി ഹിജ്റ 200 ആട്ടെ രാവിലെത്തിട്ടേ. പൊന്നിവർ മൗത്ത് ഹിജറ, ഒരു മൗത്തായത് ഹിജറ 200 ആട്ടില്. 200 പറഞ്ഞാൽ 200. ആട്ട് എന്ന് പറഞ്ഞാൽ 8 1 2 3 4 5 7 8 ആട്ട് എന്ന് പറഞ്ഞാൽ 8. അങ്ങനെയാണ്. 1 2 3 4 5 6 7 8. അപ്പൊ ആ 208 അവർ വഫാത്തായി. ജനിച്ചതോ 445. അപ്പോ എന്തായി? ആദ്യം മരിച്ചു പിന്നെ ജനിച്ചു. എങ്ങനെ വരും? ആദ്യം നഫീസ് ഹബീബ് മരിച്ചിട്ടുണ്ട്. ആദ്യം മരിച്ചതിന് ശേഷം ആണ് പിന്നെ ജനിച്ചത് എന്ന് വരും. എന്നാൽ എവിടെ പ്രശ്നം എന്നറിയോ? സനത്ത് 4 എന്ന് ഈ മാലയിൽ കൊടുത്തത് തെറ്റാണ്. സനത്ത് 4 അല്ല, ഇതിൽ കൊടുത്തത് ശരിയാണ്. ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്ക് സ്റ്റാൾ കോഴിക്കോട് 4 ഇവര് പ്രസിദ്ധീകരിച്ചത് ശരിയാണ്. ചൊല്ലുവാൻ സനത്ത് 4 എന്നല്ല പ്രശ്നം. ഇതിവിടെ ബിദ്അത്തുകാർ കൽപ്പിച്ചൂട്ട് ചെയ്യുന്ന പണികളാണ്. പിന്നെന്താ വേണ്ടത്? ചൊല്ലുവാൻ സനത്തിനാൽ. ചൊല്ലുവാൻ സനത്തിനാൽ കൊല്ലത്തിനാൽ. ചൊല്ലുവാൻ സനത്തിനാൽ 100 ചാദർ 10 ജബദനിൽ പക്കായ മക്ക ദിക്കദില്ലൂദിത്തേ. കൊല്ലത്തിനാൽ കൊല്ലത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 100 ചതുർ 10. മനസ്സിലായ ഉസ്താദ്? അത്രേ ഉള്ളൂ. എത്ര ഉസ്താദ്? 100 ചതുർ 10. 100 പിന്നെ ചതുർ 10 പറഞ്ഞാൽ 40 പിന്നെ ജബ 5. അപ്പൊ എത്രയില്ല ജനനം? 145. മാഷാ അല്ലാഹ്. പറ ചങ്ങായിമാരെ, മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം, ഒരു അത്ഭുതം ഉണ്ടാകുമ്പോ പറയേണ്ട വാക്കാണത്. എന്ത്? മാഷാ അല്ലാഹ്. അങ്ങനെ പറയണമെന്ന് ആരെയാ പറഞ്ഞത്? ഏത് കിതാബിലുള്ള വലിയ ഖുർആന്റെ തഫ്സീറിലൊക്കെ ഉണ്ട്. എവിടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽ കഹ്ഫ് സൂറത്തിന്റെ ആയത്താണ്. അതിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അത്ഭുതം ഉണ്ടാവും. ഈ കുട്ടി അങ്ങനത്തെ ഒരു ഉത്തരം പറയുമ്പോൾ നമുക്കൊരു സന്തോഷാണ്. അപ്പ പറയണം എന്ത്? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
മുഹമ്മദ് റബീഅ. അള്ളാന്റെ വാപ്പ റസൂലുള്ളാഹിനെ ജനിച്ച മാസാണ് റബീഅ. അതുപോലെ റസൂലുള്ളാഹിന്റെ കൈ പിടിക്കാൻ ഈ കുട്ടിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനേ. അപ്പൊ ചൊല്ലുവാൻ സാനത്തിനാൽ അവിടെ തിരുത്തണം. മർഹബ. ചൊല്ലുവാൻ സാനത്തിനാൽ എന്നാക്കണം. സനത്ത് 4 അല്ല, സനത്തിനാൽ 100 ചാദർ 10 ജബദനിൽ പക്കായ മക്ക ദിക്കദിലൂദീത്തെ 145 റസൂലുള്ളാഹിന്റെ ഹിജറ കഴിഞ്ഞിട്ട് മദീനത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ മക്കത്ത് നിന്ന് ഹിജറ പോയല്ലോ അല്ലേ? ഹിജറ പോയിട്ട് 145-ാമത്തെ കൊല്ലത്തിലാണ് ഇവർ ജനിക്കുന്നത്. എത്രാമത്തെ കൊല്ലം? 145-ാമത്തെ കൊല്ലത്തിൽ ജനിച്ചു. ഇനി എന്നെ വഫാത്തായതെന്ന് മാലന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. പൊന്നിവർ മൗത്തി ഹിജറ 200 ആട്ടെ പോരിശ റമദാനിലുൾ ജുമുഅ രാവിലെത്തിട്ടേ. പൊന്നിവർ മൗത്തി ഹിജറ. അൽഹംദുലില്ലാഹ് നമ്മളെ ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബ് കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഇൽമിലും നമ്മളെ സദസ്സിലും നമ്മളെ എല്ലാ വിഷയത്തിലും അള്ളാഹു ബർക്കത്ത് നൽകണേ റഹ്മാനെ. ശിഹാബ് കുടുംബം വലിയ ബർക്കത്തുള്ള കുടുംബമാണ്. അഹ്ലു ബൈത്ത് എല്ലാവരും ബർക്കത്തുള്ളവരാ. അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഖുർആനിലുണ്ട്. 40 നമ്മൾ പറഞ്ഞു. സയ്യിദ് മിദ്ലാജ് തങ്ങൾ, ശിഹാബ് തങ്ങൾ, മിൻഹാജ് ഹുസൈൻ. അല്ലാഹ് നബിമാമിന്റെ കിതാബിന്റെ പേരാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അല്ലാഹു അവരെ ഇൽമിലും നമ്മളെ ഇൽമിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അപ്പൊ 145-ൽ ജനിച്ചു, 208-ൽ വഫാത്തായി. അപ്പൊ എത്ര കൊല്ലം ജീവിച്ചു? റസൂലുള്ളാഹ് ജീവിച്ച അത്രയും കൊല്ലം ജീവിച്ചു. എത്ര കൊല്ലം? 63 കൊല്ലം ജീവിച്ചു. മാഷാ അല്ലാഹ്. ഇനി ബാക്കി നമ്മൾ പറയാ. അപ്പൊ അതാണ് കൽപ്പിച്ചൂട്ടിട്ട് ആളെ സ്വീപ്പാക്കാൻ വേണ്ടിട്ട് ആദ്യം മരിച്ചിക്കണ് പിന്നെ ജനിച്ചത്. നമ്മളെ മാലയിൽ അങ്ങനെ പറയണമെന്ന് പറയുമ്പോ അതിനൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. നമ്മൾ ഇടയ്ക്ക് പഠിക്കണം. എന്നിട്ട് പിന്നെ പറയാണ് ഉദിത്ത് റബ്ബിൻ ഏകൽ പോലെ തോന ഇബാദത്തെ ഉണ്മയിൽ ഇടവിടാതെ ദായിമൻ എടുത്തേ. മാല എന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിതം ഇങ്ങനെ ഓർഡറായിട്ട് പറയല്ല. അയാൾ ഇന്ന സ്ഥലത്ത് ജനിച്ചു, പിന്നെ അങ്ങനെ ഉണ്ടായി, പിന്നെ വളർന്ന് വലുതായി. അത് മാലയിലുണ്ടാവില്ല. മാല എന്ന് പറഞ്ഞാൽ മനാഖിബ് ഇങ്ങനെ പറയാണ്. അത് ആദ്യം ഓർഡർ ഒന്നും ഉണ്ടാവില്ല. അയാളെ ജീവിത കണക്കൊന്നും ഉണ്ടാവില്ല. അത് മാലന്റെ ശൈലി പൊതുവെ, മാലപ്പാട്ടിന്റെ പൊതുവെ ശൈലി അങ്ങനെയാണ്. അവർ ജനിച്ചത് മക്കത്താണ് എന്ന് എല്ലാ കിതാബിലും ഉണ്ട്. നൂറുൽ അബ്സാറിലുണ്ട്, അൽ ബിദായ വൻ നിഹായയിലുണ്ട്, വരും പല കിതാബിലുണ്ടാവും. അപ്പോ അവർ ജനിച്ചത് മക്കത്താണ്. മക്ക രാജ്യത്താണ് അവർ ജനിച്ചത്. മലയില് മക്കത്താണെന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും മതിപെടാജ്ഞാനം പലതും ന്യായമാൽ പാടിത്തേ മാനിഅയ ബാഖിയോനിൽ പ്രിയമാലാടുത്തേ. വളർന്നു വലുതായത് ഏറ്റവും ഖൈറായ നിലക്കാണ്. അള്ളാന്റെ ഔലിയാക്കളാണ്. അവരെ ബാപ്പമാരെല്ലാവരും സയ്യിദന്മാരാണ്. ഫാത്തിമ ബീവിന്റെ മോനായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനായ സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് എന്നോരെ മോനായ ഹസൻ റളിയല്ലാഹു അൻഹു. ആ ഹസനെ പറ്റി ഹസനുൽ അൻവർ എന്നാണ് നൂറുൽ അബ്സാറിലുള്ളത്. ഏതായാലും ആ ഹസൻ എന്നവരുടെയും മോളാണ് നഫീസ ബീവി. അവരൊക്കെ വലിയ ഔലിയാക്കന്മാരാണ്. ഉദിപ്പകലിലൊക്കെയും നോമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിൽ നിണ്ട് തൊഴുതിടും ബീസത്തേ. ഉദിപകലിലൊക്കെയും തോന ഇബാദത്ത് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാ. മുളയിലേ അറിയാം മുളക്കരുത്ത് എന്ന് പറഞ്ഞ മാതിരി ചെറുപ്പത്തിൽ തന്നെ ഇബാദത്ത് കഴിഞ്ഞു ചെയ്യാന്നല്ലാതെ അള്ളാനെ പറ്റി ചിന്തിക്കുക എന്നല്ലാതെ ഉറങ്ങിടാതെ രാവിൽ നിണ്ട് തൊഴുതിടും ബീസത്തെ. രാത്രി ഉറക്കം വളരെ കുറവാണ്. അള്ളാഹുവേ രാത്രിയിൽ ഉറക്കം ഒഴിവാക്കിയിട്ട് ഖൈറായ നാഫിആയ ബറക്കത്തുള്ള ഇൽമു പഠിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. എന്നിട്ട് അവരെ ഇബാദത്തിനെ പറ്റി നാലകത്ത് കുഞ്ഞുമൊയ്തീൻ എന്നവര് പറയാണ്. പതിയും ബീസ് ഹജ്ജദൈ പാണിന്ത് ബൻഗുണത്തെ പറ്റി അഹ്ലുൽ ബൈത്തിലേറ്റം പോരിശാലബീത്തെ. പതിയും ബീസ് ഹജ്ജ് അവർ ചെയ്തിട്ടുണ്ട്. പതി എന്ന് പറഞ്ഞാൽ 10, ബീസ് എന്ന് പറഞ്ഞാല് 20. മാഷാ അല്ലാഹ്. അതാരെ പറഞ്ഞത്? ആ കുട്ടി ആദ്യമായിട്ട് തങ്ങന്മാർ കുട്ടികളിൽ ആ കുട്ടി ആദ്യമായിട്ട് ഒരു ഉത്തരം പറഞ്ഞു.
ആ കുട്ടിക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ബീസ് എന്ന് പറഞ്ഞാൽ 20, തീസ് എന്ന് പറഞ്ഞാൽ 30, അങ്ങനെയാണ് പോകും. പിന്നെ പറയാം. അപ്പൊ 20ഉം 10ഉം 30 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അത് കിതാബുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നടന്നു പോയിട്ട് ആ ഹജ്ജ് ചെയ്തത് എവിടുന്ന്? മദീനത്ത് നിന്ന്. മക്കയിൽ നിന്ന് കുറെ കാലം കഴിഞ്ഞപ്പോ കുടുംബസമേതം ബാപ്പി ഉമ്മി എല്ലാരും കൂടി മദീനത്തേക്ക് താമസം മാറി. മദീനയിൽ നിന്ന് പിന്നെ രാഷ്ട്രീയക്കാര പ്രശ്നം കൊണ്ട് നാട് വിടേണ്ടി വന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാർട്ടിക്കാരല്ല. ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണും ആലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടായിട്ടുള്ളത് എന്നും മുസ്ലിം രാഷ്ട്രീയക്കാരെ കൊണ്ടാണ്, മുസ്ലിം ഭരണാധികാരികളെ കൊണ്ട്. മുസ്ലിം ആലിമീങ്ങൾക്കും ആലിമീങ്ങളെ കുടുംബത്തിനും ശല്യം ഉണ്ടായ അത്രത്തോളം മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം കിതാബ് നോക്കിയാൽ കാണും നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കണ കാലത്ത് അവര് ജനിക്കണ കാലത്ത് അന്നത്തെ ഭരണാധികാരി രണ്ടാമത്തെ അബ്ബാസി ഖലീഫമാരിൽപ്പെട്ട ഭരണാധികാരിയാണ്. ഒന്നാമത്തെ ഭരണാധികാരി ആരാ? 9ാം ക്ലാസ്സിൽ നമ്മളെ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാം. അബ്ബാസി ഖലീഫമാരിൽ ഒന്നാമത്തെ ഭരണാധികാരി ആരാ മോനെ? അബുൽ അബ്ബാസ് അസ്സഫാഹ്. അബുൽ അബ്ബാസ് അസ്സഫാഹ് എന്നവരാണ് ഒന്നാമത്തെ ഭരണാധികാരി. അതാരാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുള്ളാഹിന്റെ അളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മോനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ പേരക്കുട്ടിയാണ്. മോയിൻകുട്ടി വൈദ്യർ അബ്ബാസ് എന്നവരെ മനാഖിബുകൾ പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞേ ടവർ നാമം ഉരൈവാൻ അദുവുള്ളലഅന തുടയാവൻ ജഹൽ താമൂം കേമ തലബംബർ റഹ്മ തുടയവർ അമ്മുൻ നബി അബ്ബാസ് അവർ താമും കേമ തലബംബർ റഹ്മത്തുടയവർ അമ്മുൻ നബി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മോനായ അബ്ദുല്ല എന്നവരെ ഇബ്നു അബ്ബാസ് എന്നവരെ മക്കള് പരമ്പരയാണ്. അതിൽപ്പെട്ട ആളാണ് അബുൽ അബ്ബാസ് അസ്സഫാഹ്. അവരാണ് ഒന്നാമത്തെ ഭരണാധികാരി. അവരെ അനുജൻ അബൂ മൻസൂർ, അബൂ ജഅഫർ മൻസൂർ എന്നവരാണ് രണ്ടാമത്തെ അബ്ബാസിയ ഭരണാധികാരി. ആ രണ്ടാമത്തെ അബൂ ജഅഫർ മൻസൂർ എന്നവരെ കാലത്താണ് ഇവരെ ജീവിതം. ആരെ ജീവിതം? ബഹുമാനപ്പെട്ട നഫീസ ബീവിന്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ട് അബൂ മൻസൂർ ജഅഫർ എന്നവരുടെ ഭരണകാലത്താണ്. അബ്ബാസിയ ഖലീഫമാരിൽ രണ്ടാമത്തെ ഭരണാധികാരിന്റെ കാലത്താണ്. അദ്ദേഹമാണ് അധികം ശല്യം ചെയ്തത്. അത് വേറൊരു ചരിത്രമാണ്. ആരെ ശല്യം ചെയ്തു? മദീനത്തേക്ക്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് താമസം മാറി കുടുംബസമേതം നഫീസ ബീവിന്റെ ബാപ്പ ഹസൻ എന്നവരും ആ ഹസൻ എന്നവരും അവരെ ഭാര്യ അവരെ കുടുംബം മുഴുവനും മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഉപ്പാപ്പാന്റെ നാട്ടിലേക്ക് താമസം മാറി. കുറഞ്ഞ കാലം കിതാബുകളിലുണ്ട്, അൽ ബിദായ വന്നിഹായിലുണ്ട്. എന്ത് 5 കൊല്ലം ഭരണാധികാരിയ ഗവർണറായി നഫീസ ബീവിന്റെ ബാപ്പ. അവരെ പേര് ഹസൻ അൻവർ റളിയല്ലാഹു അൻഹു ആണ്. 5 കൊല്ലം മദീനത്തെ ഗവർണറായി. പിന്നെ 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളായി. അതിപ്പോ ഞാൻ പറഞ്ഞില്ല, അതൊരു രാഷ്ട്രീയമായ വിഷയങ്ങളാണ്. അഹ്ലു ബൈത്തിനോടുള്ള വിരോധവും ആലിമീങ്ങളോടുള്ള വിരോധവും രാഷ്ട്രീയക്കാരെ ചൊൽപ്പടി നിലനിൽക്കണം എന്നുള്ള പ്രശ്നമാണ്. ഏതായാലും അങ്ങനെ മദീനത്ത് അന്ന് ഇസ്ലാമിക രാജ്യം ഭരിച്ചിരുന്ന അബൂ ജഅഫർ മൻസൂർ എന്നവർ അവരെ ശല്യം കൊണ്ടിട്ട് മദീനത്ത് ജീവിക്കാൻ കഴിയാതെയായി. ആർക്ക്? നഫീസ ബീവിന്റെ ബാപ്പാക്ക്, നഫീസ ബീവിന്റെ കുടുംബത്തിന് മദീനത്ത് ജീവിക്കാൻ കഴിയാതെയായി. അങ്ങനെയാണ് നാട് വിട്ട് കടലിന്റെ അക്കരക്ക് പോകേണ്ടി വന്നത്. മദീനത്ത് നിന്ന് കുറെ അങ്ങോട്ട് പടിഞ്ഞാട്ട് പോയാൽ, മക്കത്ത് നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് പോയാൽ കടലാണ്, റെഡ് സീ പറയാം, ചെങ്കടൽ. ആ ചെങ്കടലും കടന്നിട്ട് പിന്നെ പടിഞ്ഞാട്ട് നാട് വിട്ട് പോകേണ്ടി വന്നു മിസ്റിലേക്ക്. അങ്ങനെ മിസ്റിലെത്തിയതിനു ശേഷവും മിസ്റിലേക്ക് പോണതിന്റെ മുമ്പ് മദീനയിൽ നിന്നുമായി മൊത്തം 20 ഹജ്ജ് ചെയ്തിട്ടുണ്ട് നഫീസ ബീവി എന്ന്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട മാലയിൽ പറയുന്നത്. പതിയും ബീസ് ഹജ്ജദൈ പാണിന്ത് ബൻഗുണത്തെ പറ്റി അഹ്ലുൽ ബൈത്തിലേറ്റം പോരിശാലബീത്തെ ദിഹനിലെന്നും അല്ല എന്നുൾ നിനവശീലാമത്തെ ദിക്ർ തസ്ബീഹും തഹ്ലീൽ തന്നിൽ ഹലാണൈത്തെ ചൊല്ലി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു
മദീനയിൽ ജീവിക്കണ കാലത്താണ് ഈ നഫീസ ബീവിക്ക് ഒരു 10-15 വയസ്സ് കഴിഞ്ഞത്. 10-15 വയസ്സ് കഴിഞ്ഞു. അപ്പൊ കല്യാണത്തിന്റെ പ്രായമായി. 18 വയസ്സും 17 വയസ്സൊന്നും അന്ന് ആകലില്ല. സ്വഹാബികളെ കാലത്തുള്ള പെൺകുട്ടികളൊക്കെ കെട്ടിച്ചത് 14 വയസ്സിലും 15 വയസ്സിലും, ചിലവർ അതിന്റെ മുമ്പും ഒക്കെ. നമ്മളെ വല്യന്മാരൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഈ കല്യാണം നീണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഫിത്തനയും, നാട്ടിൽ ഫിത്തന ഉണ്ടാവും, നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമ്മളെ മക്കൾക്കൊക്കെ ഖൈർ നൽകണേ റഹ്മാനെ. ഫാത്തിമ ബീവി, റസൂലുള്ളാഹിന്റെ മകള് ഫാത്തിമ ബീവിന്റെ കല്യാണം കുറച്ച് വൈകിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അത്ര വൈകാറില്ല. 18 ആയിട്ടുണ്ടെന്നും അല്ല 16 ആണെന്നും ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ പൊന്നുമോള് പറഞ്ഞു, ബാപ്പാ എനിക്ക് വെള്ളി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഞാൻ എന്റെ കല്യാണം നടക്കണമെങ്കിൽ. ഫാത്തിമ ബീവി പറഞ്ഞു, എന്റെ കല്യാണം നടക്കണമെങ്കിൽ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, വേറെ പ്രശ്നം, മഹർ വേണമല്ലോ, മഹർ എന്തായാലും വേണം. അത് പോരാ, ുകളിൽ ദോഷിയായുള്ള അരുവികൾ മഹേശറ സഭയിലുള്ള കുടുക്കിൽ അകപ്പെട്ടാൽ ശഫാഅത്ത് നടത്താനുള്ള വശപ്പെട്ട അനുവാദം അതാണെൻ്റെ മഹർ എന്ന് മടിവിട്ട് പറഞ്ഞിട്ടും ഉണർന്നിടുന്നേ പൊഴുതിൽ മർഹബാ ജിബ്രീലും ഇറങ്ങി വന്നേ. എല്ലാ അശകേറും ഉമ്മത്തുകളിൽ ദോഷിയായുള്ള അരുവികൾ. നബിയെ, തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ ദോഷികള്. ആ പെണ്ണുങ്ങൾക്ക് നാളെ മഹ്ശറയിൽ അവരടങ്ങേറാകുമ്പോ അവർക്ക് ശഫാഅത്ത് ചെയ്തിട്ട് അവരെ സ്വർഗത്തിലാക്കാനുള്ള പവർ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ മറുപടി ഉണ്ടായത് എന്റെ ഉമ്മത്തിലെ പെണ്ണുങ്ങളെ ശഫാഅത്ത് ചെയ്യാൻ എന്നല്ല. സ്വഹീഹ് മുസ്ലിമിൽ ഉള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകം. അമാ തർദാ അൻ തകൂനി سيدة نساء العالمين قال رسول الله സയ്യിദത്ത നിസാഇൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും സയ്യിദത്താകാനുള്ള പവർ. സയ്യിദ് എന്ന് പറഞ്ഞാൽ വലിയ ഇടങ്ങേറുള്ള സമയത്ത് കൈച്ചിലാക്കുന്ന ആളാണ്, അതാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ ഒരർത്ഥം പറഞ്ഞിട്ടുണ്ട്. വലിയ ഇടങ്ങേറ് മഹ്ശറയിലാണ്. ആ സമയത്ത് പെണ്ണുങ്ങളെ സലാമത്താക്കുന്ന, രക്ഷപ്പെടുത്തുന്നയാളാണ് ബീവി ഫാത്തിമ. നഫീസ ബീവിന്റെ ഉമ്മാമയായ, ഈ ഇരിക്കുന്ന തങ്ങളെ ഉമ്മാമയായ ബീവി ഫാത്തിമ കല്യാണപ്രായമായി നഫീസ ബീവിക്ക്. പല ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, കല്യാണം എന്ന് പറയാൻ ചില ആൾക്കാരൊക്കെ നേരിട്ടാണ് ചോദിക്കല അമ്മോസം കാക്കാനോട്. അതൊരു തെറ്റൊന്നുമല്ല. അലിയാർ തങ്ങൾ തന്നെ ഫാത്തിമ ബീവിനെ പങ്കിട്ട് അന്വേഷിച്ചത് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുസ്തദറക്കിൽ ആ ചരിത്രം പറയുന്നുണ്ട്. റസൂലുള്ളാഹിനോട് നേരിട്ടാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ നീണ്ട അസ്സലാമു അലൈക്കും നീ വന്നെന്ന് ചോദിച്ചു. ദക്കർതു ഫാത്തിമ ബിൻത മുഹമ്മദിൻ, അതാണ് അലിയാർ തങ്ങൾ പറഞ്ഞത്. ഞാൻ റസൂലെ തങ്ങളെ മോളെ പറ്റി ഇങ്ങനെ ഓർത്തപ്പം അങ്ങോട്ട് വന്നതാണ് എന്നാണ്. മനസ്സിലായ മോനെ? ഫാത്തിമ ബീവിനെ ഓർത്തപ്പം അങ്ങോട്ട് വന്നതാണ് പറഞ്ഞ ഫാത്തിമ ബീവിനെ കല്യാണം കഴിച്ചാൽ തർക്കമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലുള്ളാഹിക്ക് മനസ്സിലായി. റസൂലുള്ള പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബൻ വഅഹ്ലാ. റസൂലുള്ള പറഞ്ഞത് 101 വട്ടം സമ്മതാണ്. മർഹബയും അഹ്ലൻ കൂട്ടി പറഞ്ഞത് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുസ്തദറക് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, റസൂലുള്ളാഹിനോട് നേരിട്ടാണ് ചോദിക്കുക. അതിന്റെ മുമ്പ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഫാത്തിമ ബീവിനെ പങ്കിട്ട് നടത്തിയിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. വേറെ പല സ്വഹാബത്തും അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഖൈറാകുമ്പോ ആ സമയമാകുമ്പോൾ നടത്തും. ഇവിടെ ഫാത്തിമ ബീവിന്റെ പേരക്കുട്ടിയായ നഫീസ ബീവിനെ പറ്റി പല ആൾക്കാരും വന്ന് ചോദിച്ചു അവരോട്, അവരുടെ വാപ്പയായിരിക്കുന്ന ഹസൻ എന്നവരോട്. അപ്പൊ ഞാനൊന്ന് മുഷാവറ ചെയ്യട്ടെ, ഞാനൊന്ന് ഇസ്തിഖാറത്ത് നടത്തട്ടെ എന്നൊക്കെ അങ്ങനെ പറയും. ഇസ്ഹാഖ് എന്ന ആ തങ്ങൾ വന്നിട്ടും ചോദിച്ചു. ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന ഒരു തങ്ങൾ ഉണ്ടായിരുന്നു, വലിയ ആലിമാണ്. അവര് വല്ലാത്ത വലിയാണ്. അള്ളാന്റെ വലിയത്തായ സ്വാലിഹത്തുകളിൽപ്പെട്ട നല്ല ഇൽമുള്ള മാലിക് ഇമാമിന്റെ ദർസ് കേട്ട പെണ്ണാണ് നഫീസ ബീവി. പെങ്ങളെ,
മദീനത്തെ പള്ളിയിൽ ഇമാം മാലിക് തങ്ങൾ ദർസ് നടത്തുമ്പോ പള്ളിന്റെ മതിലിന്റെ ഇപ്പുറത്തുനിന്ന് കേട്ട ഇൽമു പഠിച്ച വലിയ ആലിമത്താണ്. നേരെ മുമ്പിലിരുന്നിട്ട് ഇൽമു കേട്ട ദർസ് കേട്ടവർക്ക് കിട്ടാത്ത പല മസ്അലയും അവർക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? നഫീസ ബീവിയാണ്. അൽ ബിദായ വന്നിഹായ എന്ന കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ ആലിമത്താണ്. ബഹർ പോലെയുള്ള, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, ജിഗവരാം ശാഫിഈ ഇമാം എപ്പോഴും അടുത്തേ. മാലയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്, ജിഗവരാം ശാഫിഈ ഇമാം എപ്പോഴും അടുത്തേ, ചെയ്തിടിക്കും തേട്ടം ഹദീസേറയാൽ താരീത്തേ, മികവരിൽ ദീനംഭവിക്കൂൽ ബീവിയോരിടത്തെ, വിട്ടിടും ആളെ ശിഫാക്ക് തേടി മുൻ ആയത്തെ. മികവരാം ശാഫിഈ ഇമാം എപ്പോഴും അടുത്തേ. ഷാഫി ഇമാം വലിയ ബന്ധമാണ്. ആരോട്? നഫീസ ബീവിനോട് വലിയ ബന്ധമാണ്. മുഅ്മിനായ ആണും മുഅ്മിനായ പെണ്ണും തമ്മിൽ സ്നേഹമുണ്ടാകണം, ബന്ധമുണ്ടാകണം. എന്ത് ബന്ധം? ഈമാൻ എന്ന ബന്ധം. അതെ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെയുള്ള പെണ്ണുങ്ങൾ, അവരോടൊക്കെ എനിക്ക് വലിയ സ്നേഹമാണ്. നമ്മുടെ അമാനി ഉസ്താദിന് സ്നേഹമാണ്, നമ്മുടെ ഗഫൂർ ഉസ്താദിന് സ്നേഹമാണ്. അതുകൊണ്ടാണ് നഫീസ ബീവി മുഖേനയുള്ള ഒരു ബറക്കത്ത് ഈ മുഴുവൻ ഈ ക്ലാസ്സിലെ ദർസിലെ പെണ്ണുങ്ങൾക്കും അവരെ കുടുംബത്തിനും കിട്ടാനാണ്. അവരെ മഹത്വം പറയുന്നത്, അവരെ നേർച്ച കഴിക്കുന്നത്. പഴയ കാലത്ത് പ്രസവ വേദന ഉണ്ടാകുമ്പോ നഫീസ മാല ചൊല്ലലല്ലാതെ വേറെ മരുന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് സിസേറിയനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രസവ വേദനയിൽ മരിച്ച ഒരാളാണ് എന്റെ ബാപ്പാന്റെ മുസ്തഫ സഖാഫിയുടെ ഉപ്പാന്റെ പെങ്ങൾ സൈനബ എന്നവർ. അല്ലാഹുവേ, ഉഖറവിയായ ഷഹീദുകളിൽ പെടുത്തണേ റഹ്മാനെ. പ്രസവത്തിൽ മരിച്ച പെണ്ണ് ഷഹീദാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉഖറവിയായ ഷഹീദാണ്. ദുനിയാവിൽ ഷഹീദിന്റെ ഹുക്കുമുകളൊന്നും ഉണ്ടാവില്ല. ബദറിലും ഉഹദിലും ചെറൂർ പടയിലും ഷഹീദായ ചെറൂർ പട നടന്ന യുദ്ധമാണ്. ഏത് കാലമാണ്? റമദാൻ മാസം. ആ ഹുക്കുമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇസ്ഹാഖ് എന്നൊരു വന്നുകൊണ്ട് പറഞ്ഞ്, പിന്നെ വാപ്പാനോട് പറഞ്ഞു, നഫീസ ബീവിന്റെ വാപ്പ ഹസൻ അൽ അൻവർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ്, നമ്മളെ മോളെ കല്യാണം കെട്ടിക്കാനൊക്കെ ഉള്ള സമയം അയക്കണില്ലേ? ആ അയക്കണ്. എന്തായി കാര്യം? ചോദിക്കണം. എന്തിനാന്ന് മനസ്സിലായി, പാപ്പാക്ക് മനസ്സിലായി. പിന്നെ ഞാനൊന്ന് മുഷാവറ ചെയ്യട്ടെ, ഞാനൊന്ന് ഇസ്തിഖാറത്ത് നടത്തട്ടെ. ഏത് സംഗതിക്കും ഖൈറിനെ തേടുന്ന 2 റക്അത്ത് നിസ്കാരം. അതിന്റെ പുറമെ അവർക്ക് ചോദിക്കാനുള്ളത് ഹബീബായ അള്ളാന്റെ ഹബീബായ തങ്ങളോടാണ്. അവിടെ ചെന്ന് ചോദിക്കലാണ്. റൗദയിൽ കിടക്കുന്ന ഖബർ ഷരീഫിൽ കിടക്കുന്ന നബിയോട്, ആ നബി തങ്ങളടുക്കൽ ചെന്ന് ചോദിക്കലാണ്. എല്ലാ സംഗതിയും ചോദിക്കലുണ്ട്. പെൺകെട്ടിന്റെ അന്വേഷണങ്ങളൊക്കെ അവിടെ ചോദിക്കാറ് പതിവുണ്ട്. അന്നും ചോദിച്ചു. റസൂലുള്ളാഹിനോട് ഉപ്പാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഇസ്ഹാഖ് വന്നിട്ട് അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്, നബിയെ എന്താക്കണം, തങ്ങളൊന്ന് അറിയിച്ചു തരണം. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതിൽ മുഅ്മിനീങ്ങൾ അങ്ങനെ പറയും, ഫലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലാ വറബ്ബിക لا يؤمنون حتى يحكموك فيما شجر بينهم. അല്ലാഹ് പറയാണ്, റസൂലുള്ളാഹിനോട് എല്ലാ സങ്കടങ്ങളും പറയുന്നവരാണ് മുഅ്മിനുകൾ. അങ്ങനെ റസൂലുള്ളാഹിനോട് ചെന്ന് പറഞ്ഞു, എൻ്റെ മോളെ കെട്ടിക്കാൻ ഇസ്ഹാഖ് എന്നവരെ കൊണ്ട് കെട്ടിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്ഹാഖ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നിങ്ങനെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. തങ്ങൾ മറുപടി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഞമ്മക്കും മദീനത്തൊക്കെ ഇങ്ങനെ പോയിട്ട് എല്ലാ സംഗതി റസൂലുള്ളാഹിനോട് ചോദിക്കാനൊക്കെ പൂതിയുണ്ട്. അള്ളാഹു ഞമ്മക്ക് എല്ലാവർക്കും ഉത്തരം നൽകുമാറാകട്ടെ. നഫീസ ബീവിന്റെ വാപ്പാക്ക് ഉത്തരം കിട്ടിയമാതിരി ഞമ്മക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാ കിട്ടാതിരുന്നിട്ടും ഇല്ല. അള്ളാഹുവേ, അവിടുത്തെ ഇജാബത്തും അവിടുത്തെ മദദും നിന്റെ എല്ലാ അള്ളാഹുവാകുന്ന നിന്റെ ഖുവ്വത്ത് മുഴുവനും അത് റസൂലുള്ളാഹിക്ക് വേണ്ടി, റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ടാണ് നീ നൽകുന്നത്. റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് ലോകം മുഴുവനും പഠിച്ചത്. അള്ളാഹിനെ അറിയപ്പെടാനും അറിയിക്കാനും വേണ്ടി അള്ളാഹു തന്നെ അയച്ച ആളാണ്. മുർസലുകളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. പരിഹാരം കിട്ടാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അന്ന് രാത്രി കിടന്നുറങ്ങി ഓനെ നഫീസ ബീവിന്റെ വാപ്പ കിടന്നുറങ്ങി അന്ന് രാത്രി. എന്താ വാപ്പാന്റെ പേര്?
ഹസൻ. മാഷാ അല്ലാഹ്, കുട്ടികളൊക്കെ നല്ല സൂപ്പർ കുട്ടികളാണ് ഇവിടുത്തെ മക്കളൊക്കെ. മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹസൻ അൽ അൻവർ എന്നും പറയാം, ഹസനുൽ അൻവർ അല്ലെങ്കിൽ ഹസൻ എന്ന റളിയല്ലാഹു അൻഹു. അവർ അന്ന് രാത്രി കിനാവ് കണ്ടു, റസൂലുള്ളാഹിനെ കിനാവ് കണ്ടു. എന്നെ കിനാവ് കാണുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നുബുവത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലൽ മുബശ്ശിറാത്ത്. നുബുവത്തിന്റെ സ്വഹീഹായ ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. ചില സന്തോഷങ്ങളല്ലാത്ത വേറൊന്നും ബാക്കിയില്ല. ഖാലു അമൽ മുബശ്ശിറാത്ത്. സ്വഹാബത്തിന്റെ ചോദ്യം, നുബുവത്തുമായി ബന്ധപ്പെട്ട സന്തോഷങ്ങൾ ബാക്കിയുള്ളത് എന്താണ് നബിയെ? ഖാല അർറുയാ അസ്സാലിഹത്തു റവാഹുൽ ഇമാമുൽ ബുഖാരി. റസൂലുള്ളാഹി പറഞ്ഞു, നല്ല കിനാവുകളാണ് അർറുയാ അസ്സാലിഹത്തു, നല്ല കിനാവുകളാണ്. നല്ലവര് റസൂലുള്ളാഹിനെ കിനാവ് കാണും. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു കിനാവ് കണ്ടിട്ട് പറഞ്ഞു, മോനെ ഇസ്ഹാഖ് എന്നൊരു കണ്ട് കെട്ടിച്ചു കൊടുത്ത ആളെന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണം റാഹത്തിലുള്ള കല്യാണം നടന്നു, നിക്കാഹ് നടന്നു. ഇനിയും മാലയിൽ അടുത്ത വരി പറയുകയാണ്, ബിഗുഡ നീലം നഹാറജിന്റെ ഒലിപ്പതൈ നീലത്തെ വേളൈമൂക മക്കന കൊണ്ടയ്യതൈ നാടത്തെ. മിസ്റിലേക്ക് പോയതിനു ശേഷമുള്ള ഒരു സംഭവമാണ്. മിസ്റാണ് കടലിന്റെ പടിഞ്ഞാറ് ഭാഗം, മദീനയുടെ മക്കയുടെ കടലിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഏത് മോനെ? മിസ്ർ എന്ന് പറഞ്ഞാൽ അറബി വാക്കാണ്. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? പറഞ്ഞോളി, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പെരുമുഖം എന്നല്ല പറയുന്നത്, പെരുമുഖല്ല. എന്നാലും ആ കുട്ടി ഒരു ഉത്തരം പറഞ്ഞല്ലോ. ആ കുട്ടിക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്തൊക്കെ ഒന്ന് പറയണമെന്നുള്ളൂ, ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഒരു കുട്ടി പെരുമുഖം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ മിസ്റിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? മാഷാ അല്ലാഹ്, ആ കുട്ടി ശരിയായ ഉത്തരം പറഞ്ഞു. ഈജിപ്ത് എന്ന് പറയാം. മിസ്ർ വല്ലാത്തൊരു സ്ഥലമാണ്. ഉദ്ഖുലൂ മിസ്ര, ഖുർആനിലുണ്ട്, മിസ്റിൽ നിങ്ങൾ കേറിക്കോളി. യൂസുഫ് നബി അലൈഹിസ്സലാം ഉലകങ്ങടക്കം കായിനാതാകെ സൃഷ്ടിത്ത ഉടയാനെ പകൽ തല്ലും, ഉടയാനെ പൂകൾ തല്ലും പകൽ നൂറുള്ള വിധമറി കരാലിൽ ചൊല്ലായി. യൂസുഫ് നബി അലൈഹിസ്സലാം ഭരണാധികാരിയായ രാജ്യമാണ്. ഇന്ന ഭരണാധികാരി ആക്കണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ട് ഭരണാധികാരി ചോദിച്ചു വാങ്ങിയതാ. അങ്ങനെ ചോദിക്കേണ്ടടുത്ത് ചോദിക്കുകയും ചെയ്യാം, ഞങ്ങൾ പ്രസിഡന്റ് ആക്കണം എന്ന് പറയാൻ പറ്റിയാക്കാണെങ്കിലേ പറയാൻ പറ്റുള്ളൂ. മറ്റത് ആകെ ഹലാക്കിന്റെ ഔലിങ്കഞ്ഞിയായി മാറും. ആ കുട്ടിക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പറയും മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ഇരിക്കലൊരു സുഖമില്ലാത്ത ഇരുത്താണ്, ഊരവേദന ഉണ്ടാവും. അങ്ങനെ കാലിങ്ങനെ അങ്ങനെ ഈ അത്തഹിയാത്തിന് ഇരിക്കണ മാതിരി ഇരിക്കുക, അതാ ഏറ്റവും നല്ലത്. ആ കുട്ടിന്റെ പേരെന്താ? തുഫൈൽ. അല്ലാഹു നല്ല ബർക്കത്താക്കട്ടെ. സ്വഹാബിയുടെ പേരാണ് തുഫൈൽ എന്നുള്ള പേര്. അപ്പോ അങ്ങനെ മിസ്റിൽ എത്തിയതിനു ശേഷം അവിടുന്ന് അഞ്ചാറാളതാ വരുന്ന അവിടുന്ന് അതാ വരുന്ന ഇവിടുന്ന് പേടിച്ച് ഹൈറാനിയത്തായിട്ട് കൈ ഭയങ്കര വരവാ വരുന്നത്. നെലിപ്പിളിയും കൂട്ടിയാണ്ട് വരുന്നത്. ഓ ബീവി അവർകളെ സംഗതി ആകെ കുലുമാലയക്കണത് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു, മിസ്റിന്റെ നൈൽ നദിയും ഒലിപ്പ് നിന്നിട്ടുണ്ട്. ബിഗുഡ നീലാദിന്റെ നീലെന്ന ഹാറാദിന്റെ ഒലിപ്പതൈ നീലത്തെ. ഇതാണ് പ്രശ്നം. ഒലിപ്പ് നിന്നാലും പ്രശ്നവും. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ കാവല്. ഞാൻ കഴിഞ്ഞ കൊല്ലം മറ്റേ ഭയങ്കര വെള്ളപ്പൊക്കമുള്ള സമയത്ത് ഇടക്കരക്ക് പോയി. കുറെ ആൾക്കാർ, എല്ലാ സംഘടനക്കാരും അവിടെ പലതും കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, അരി കൊടുക്കുന്നുണ്ട്, മുളകും മല്ലിയും ഫ്രൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞു, അവിടെ ഇപ്പോൾ ഇല്ലാത്ത എന്തായാലും അറ്റിങ്ങൾക്കൊന്നും പെരഞ്ചല്ല, സ്കൂളിലും മദ്രസിലൊക്കെ പാർക്കല്ലേ, അറ്റിങ്ങൾക്ക് നിസ്കാര കുപ്പായില്ല എന്തായാലും. ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു, കുറെ ആൾക്കാർ പൈസ അത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി ചെന്നു. നിസ്കാര കുപ്പായം വാങ്ങിയിട്ട് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു എന്നാലും വേണ്ടിയില്ല, മൂപ്പർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ ഫത്താഹിന് അല്ലാഹു നല്ല ബർക്കത്ത് നൽകണേ റഹ്മാനെ. ചങ്ങായിമാര് ആമീൻ പറഞ്ഞോളി. വേറെ ആർക്കും വേണ്ടി നമ്മൾ ആമീൻ പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അല്ലാഹു നമുക്കും തരും. അങ്ങനെയാണ് ഹദീസിലുള്ളത്. അപ്പൊ എന്തേ നമ്മൾ പറഞ്ഞു, അങ്ങനെ അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴ
എവിടെ എടക്കര, അതിങ്ങട്ട് കൈനിക്കര പോയാൽ എന്തോ ഒരു അതിങ്ങട്ട് പൊട്ടി ഒലിച്ച് അവിടെ പാലുണ്ട്, ഒരു ഇതുണ്ട്, മറ്റേ അണക്കെട്ടുണ്ട്. അണക്കെട്ട് വെള്ളങ്ങൾ വന്നപ്പോ അണക്കെട്ടാണ്ട് പൊട്ടിയിട്ട് രണ്ട് ഭാഗത്തു കൊണ്ട് വന്നു. അപ്പൊ അവര് പറയുകയാണത് അന്ന് അവിടെ ഒലിച്ചു കൈനിപ്പാലം അത് ഒലിച്ചു വന്നിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമായിരുന്നു. കാരണം അത് പൊട്ടിയതുകൊണ്ട് വലിയ ഹൈറായി, പൊട്ടിയതുകൊണ്ടാണ് ഒലിച്ചു പോയി, അണക്കെട്ട് പൊട്ടി. അതുപോലെ ബഹുമാനപ്പെട്ട നഫീസ ബീബി റളിയല്ലാഹു അൻഹാന്റെ കാലത്ത് നൈൽ നദി എന്ന് പറഞ്ഞാൽ നമ്മളെ ചാലിയാറ് പോലുള്ള ചെറിയ പുഴയൊന്നുമല്ല, കടലുണ്ടിപ്പുഴ പോലത്തെ പുഴല്ല, ബഹറിന്റെ മാതിരി തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. കാണാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. അവിടെയല്ലേ, അതിന്റെ വക്കത്തല്ലേ ഷാഫി ഇമാമിന്റെ ഖബറുള്ളത്. നൈലിന്റെ വക്കത്താണ് നഫീസ ബീവിന്റെ ഖബറുള്ളത്. നൈലിന്റെ വക്കത്താണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ ഖബറുള്ളത്. അബുൽ അബ്ബാസ് അൽ മർസി അല്ലെങ്കിൽ അൽ മിർസി അല്ലെങ്കിൽ അൽ മുർസി തങ്ങളെ ഖബറുള്ളത്. അവിടേക്കൊന്ന് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. അവരൊക്കെ പൊരുത്തം ഞങ്ങൾക്ക് എപ്പോഴും നൽകണം റഹ്മാനേ. മരിക്കുന്ന നേരത്ത് ഈ ഔലിയ നഫീസ ബീബി അടക്കമുള്ളവരെ, ഉപ്പാപ്പമാരടക്കമുള്ളവരുടെ എല്ലാ പൊരുത്തത്തോടെ ആശീർവാദം വാങ്ങി മരിക്കാൻ, നല്ല ഹുസ്നുൽ ഖാത്തിമത്തോടെ മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. ജനങ്ങളെല്ലാം കൂടി വന്നുകൊണ്ട് പറഞ്ഞ് മിസ്റിലെ ഹാർ അതാ ഒലിപ്പ് നിന്നിക്കണ് നൈൽ നദി. അപ്പൊ എന്താ ചെയ്തതെന്നറിയോ? അപ്പ ചെയ്ത പണിയതാ തകുതിയാനെ വേളൈ മൂക മക്കനാ കൊണ്ടയ്യതൈ നാടത്തെ. മുഖമക്കനാണ് ഊരിയിട്ട് വെറുതാൻ കൊണ്ടിട്ടാളി എന്ന് പറഞ്ഞു. മുഖമക്കനെ കൂടി എവിടെ കൊണ്ടിടുക? നൈൽ നദിയിൽ കൊണ്ടിടുക. മാഷാ അല്ലാഹ്, അല്ലാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. നൈൽ നദിയാൽ കൊണ്ടിട്ട് ഇടണ്ട താമസം നൈൽ നദി ഒലിക്കാൻ തുടങ്ങി. അതിന്റെ മുമ്പ് കത്തിട്ടിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ കത്തിട്ടത് കിതാബിലൊക്കെ ഉണ്ട്. നൈൽ നദി ഒലിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ഭരണകാലത്താണ്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ എഴുതി, ഖലീഫയ്ക്ക് മദീനത്തേക്ക് എഴുതി, ഇവിടെ നൈൽ നദി സ്റ്റോപ്പായിട്ടുണ്ട്, സ്റ്റോപ്പ് ആകാറ് പതിവുണ്ട്. അപ്പോഴേക്ക് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ എഴുത്ത് കിട്ടി. ആ എഴുത്തിട്ടപ്പോഴേ നൈൽ നദി വലിച്ചിട്ടുണ്ട്. ഇബ്നു തീമിയ്യ വരെ അത് സമ്മതിച്ചിട്ടുണ്ട്. അഖില മിസ്റിൽ, അടുത്ത വരി, ഈ അഖില മിസ്റിൽ ഉള്ളവർക്ക് മേനിയും നിഅമത്തെ ആണ്ടവൻ ഈ ബീവിയാലെ ഏറ്റമിൽ കൊടുത്തേ. ഇനി ഒരുപാട് കറാമത്തുകളുടെ പരമ്പരയാണ്. ആവനും ഒരു യഹൂദി ബിൻതിനുൾ ദേഹത്തെ ആകനെ കുഴഞ്ഞുകെട്ട് ശേഷിയും ക്ഷീണത്തെ. ഒരു യഹൂദി പെണ്ണിന്റെ ബിൻത്ത് മകൾക്ക് യഹൂദി പെണ്ണാണ്. ആ യഹൂദിയായിരിക്കുന്ന പെണ്ണിന്റെ മോൾക്ക് ഭയങ്കര ആകെ കുഴഞ്ഞിട്ട് സ്ട്രോക്കിന്റെ അസുഖം വന്നു, അനങ്ങാൻ വയ്യാതായി. അപ്പൊ ഈ യഹൂദി പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞു, മിസ്റിൽ ജീവിക്കുന്ന കാലത്താണ് ഇതെല്ലാം, നമ്മളെ നഫീസ ബീവിന്റെ അടുത്തേക്ക് ഒന്ന് പോയി പറയാന്ന് പറഞ്ഞു. നഫീസ ബീവിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. അപ്പെന്താ ചെയ്ത് ചാറ്റിയോളിൽ തവള ബി ഉളുവൂടെ ജലത്തെ പാറ്റിയോളിൽ ഏറ്റതായ കീണുതം മാറ്റീത്തെ അവീതം ബന്നോവതൈ വിട്ടാവതും ക്ഷമത്തെ ആയതൈ കനിന്തവൾ കുടുംബമേ സഹിത്തെ ആയതൈ കനിന്തവൾ കുടുംബം സഹിത. അപ്പൊ ചെയ്ത പണി എന്താണെന്നറിയോ? ചാറ്റിയോളിൽ താവളാബി ഉളൂടെ ജലത്തെ, മഹദിയായിരിക്കുന്ന നഫീസ ബീവി ഒളു കൊടുത്തിട്ട് അതിന്റെ ബാക്കിയുള്ള വെള്ളം കുടിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ലേ ഉളൂന്റെ വെള്ളം ബാക്കിയുള്ളത് നമ്മള് കിണ്ടിയില് ബക്കറ്റിയിലെ വെള്ളം കൊണ്ട് ഒതുണ്ടാക്കിയാൽ ബാക്കി കുറച്ച് വെള്ളം കുടിക്കൽ നല്ലതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഉസ്താദൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഫിഖഹിന്റെ കിതാബും ദർസ് നടത്താൻ വലിയ തൗഫീഖ് അള്ളാഹു നൽകിയ ഒരു ഉസ്താദാണ്. അള്ളാഹു തആല ഇനിയും വലിയ തൗഫീഖ് അവർക്കും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ റഹ്മാനെ.
അപ്പൊ അതുകൊണ്ടൊന്ന് ഉറപ്പുവരുത്തൽ നല്ലതാണ്. ഒന്നും ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം കുടിക്കൽ നല്ലതാണ്. മഹദിയായിരിക്കുന്ന ബീവി നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്തു? കുറച്ച് ഒന്നുണ്ടാക്കിയിട്ട് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞ് ഇതാണ്ട് കുടിക്കാൻ പറയണം. ഈ വെള്ളം ആ മോളോട് ആ മകൾക്ക് കുടിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അതങ്ങട്ടൊരു തുള്ളി പള്ളന്റെ ഉള്ളിൽ എത്തലോടുകൂടെ പിന്നെ ഈ കുട്ടിക്ക് രോഗമില്ല. യഹൂദി കുടുംബത്തിനിക്ക് ആ കുട്ടിക്ക് രോഗമില്ല, കുടുംബത്തിലെ കുട്ടിക്ക് രോഗമില്ലാത്തതുകൊണ്ട് കേവലത്തിൽ നാവിനാലെ കൂറി ഷഹാദത്തെ ഹിർദ് കൊണ്ട് ഖീനുറച്ച് ദീനൈ വിശ്വസിത്തേ. നാവ് കൊണ്ട് ഷഹാദത്ത് കൂറി ഹൃദയം കൊണ്ട് ഉറപ്പിച്ച്, കേവലത്തിൽ നാവിനാലെ കൂറി ഷഹാദത്തെ ഹൃദ് കൊണ്ട് യഖീൻ ഉറച്ച് ദീനെ വിശ്വസിച്ച് ആ കുടുംബം ഒന്നായിട്ട് ഇസ്ലാമായി. അങ്ങനെയാണ് കേരളത്തിലും ഇസ്ലാം ഉണ്ടായത്. അല്ല ഇവിടെ വാളും പരിചയെടുത്തിട്ടൊന്നുമല്ല, വാളുകൊണ്ട് പരിചയമുണ്ടൊന്നുമല്ല കേരളത്തിൽ ഇസ്ലാം ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് കറാമത്തുകൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 12 മണിയാവുമ്പോഴേക്ക് നമുക്ക് നിർത്തണം. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, വിഷയമെന്നും കേളുവീനി ബീവിയർ ഗുണത്തെ പിള്ളൈ ഒരു തള്ള ബുട്ടി ഉള്ളകം കാനത്തെ. ഒരു ബുട്ടി വന്ന്, ഒരു ബുട്ടി തരാൻ എന്താ? ബുഡ എന്ന് പറഞ്ഞ വയസ്സ്, അത് ഹിന്ദി വാക്കാണ്. ബുഡ എന്ന് പറഞ്ഞ വയസ്സായ ആള്, ബുഡി എന്ന് പറഞ്ഞ വയസ്സായ പെണ്ണ്. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? ഞാൻ വളരെ പാവപ്പെട്ട കുടുംബമാണ്, വ്യസനമിൽ കരഞ്ഞ് നെഞ്ചിൽ കൈ വലിത്തടിത്തേ. കയ്യിലിങ്ങനെ നെഞ്ചത്ത് കൈയോട്ട് അടിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു, ബേഖബറും ദുഃഖമാലേ ബീവിയർ മൂനത്തെ. നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞ് എന്താ അറിയോ? എന്നിൽ ഉണ്ട് അർബഅത്തെ കുമരി മക്കളും യതീമാം നാങ്കൾ മഈശത്തെ. എനിക്ക് 4 പെമ്മക്കളാണ് ബീവി അവർകളെ ഉള്ളത്. 4 പെമ്മക്കളാണ് എനിക്കുള്ളത്. ഞങ്ങൾ നൂല് നൂറ്റുകാണ്ട് അത് അങ്ങാടി കൊണ്ടേ ഞാൻ വിൽക്കും. കുറേ ദിവസം നൂല് നൂൽക്കും. അതാണ് ഞങ്ങളെ മഈശത്ത്. എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഈ കുട്ടികൾ യതീമായ മക്കളാണ്. അങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നൂല് നൂറ്റിട്ട് അത് അങ്ങാടി കൊണ്ടേ ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 1-2 തവണ കൊണ്ടുപോയി വിറ്റിട്ട് ജീവിക്കലാണ് ഞങ്ങളെ മാർഗം. അതുകൊണ്ട് ഇനി അതുകൊണ്ടല്ല വിഷമം എന്താ അറിയോ? എടുത്ത് കെട്ടി ഇന്നലെ 2 ദിവസം മുമ്പ് അതാ കഴിയുവാൻ പാകൽ ഇരവിൽ നോൽക്കുമെങ്കൾ ഹൈത്തേ കതിത്തത് പോലെ 8 നാൾ വരെ 100 നൂലൊരുമിത്തേ. 8 ദിവസം അൽഹംദുലില്ലാഹ് ഇറച്ചി വന്നിട്ടുണ്ട്. അല്ലാഹു തആല ഈ ഇറച്ചി ഈ മജ്ലിസിലേക്ക് പാകം ചെയ്തവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇത് സപ്ലൈ ചെയ്യുന്നു കുറെ ചെറുപ്പക്കാർ, അത് പൊതിയാക്കി കുറെ ചെറുപ്പക്കാർ. നഫീസ ബീവി റളിയല്ലാഹു അൻഹായുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ. അതുകൊണ്ട് ഞാൻ 8 ദിവസം ഈ നൂല് നൂറ്റിട്ട് അങ്ങാടി കൊണ്ടുപോകാൻ വേണ്ടി എന്റെ തലയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. നടന്നപ്പോൾ ഒരു പക്ഷി വന്ന് കഴിയുവാൻ പകൽ ഈരവിൽ നൂൽക്കുമെങ്കൾ ഹൈത്തേ കതിത്തത് പോലെ 8 നാൾ വരെ 100 നൂലൊരുമിത്തേ. 8 നാൾ വരെ 100 നൂൽ ഒരുമിത്ത് കൊണ്ട് എടുത്ത് കെട്ടി ഞാൻ അതെന്റെ റഅ്സി തന്നിൽ ബേത്തെ എണമാൽ നടന്തീർവൂടം ഉള്ള സുഖാകത്തെ. 8 ദിവസം നൂല് നൂറ്റുകാണ്ട് അതിങ്ങനെ തലയിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങാടിക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷി വന്ന് പടിയടുത്തെ സംഖ്യക്ക് ഭക്ഷണവും മെത്ത അത് വാങ്ങിയിട്ട് അതുകൊണ്ട് ആ ഭക്ഷണം ഞങ്ങൾ കഴിക്കല് ഞങ്ങളെ പതിവ് അങ്ങനെയാണ്. നടന്നിടുമ്പൾ എൻ ശിരസിൽ നിന്ന് നൂലിൻ കെട്ടേ നാടി റാഞ്ചിക്കൊണ്ട് പോയിടൈ എൻ മുത്തേ. വലിയൊരു പക്ഷി വന്നുകാണ്ട് അതാണ്ട് റാഞ്ചി കൊണ്ടുപോയി. 8 ദിവസം ഞാനും എൻ്റെ 4 മക്കളും എടുത്ത പണിയാണ്.
എന്നിട്ട് അത് വിറ്റിട്ട് കാശ് വാങ്ങി ജീവിക്കല ഞങ്ങളെ പരിപാടി. ഞാൻ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ 8 ദിവസം പണിയെടുത്ത നൂറ്റതായിരിക്കുന്ന നൂലെല്ലാം കൂടി ഞാൻ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷി വന്ന് റാഞ്ചി കൊണ്ടുപോയി. വലിയ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്. നഫീസ ബീവി പറഞ്ഞു, നിങ്ങൾ കുറച്ചവിടെ ഇരുന്നോളിയായിരുന്നു, കുറച്ചവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. മുമ്പ് കൊണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് ഞാൻ മുമ്പ് ഒരു സങ്കടം പറയാൻ പോയ ഒരു കഥ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. എനിക്ക് അന്ന് ചെറിയ കുട്ടിയല്ല, ഞാൻ ഒരു 10-15 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞ് ബന്ധുപ്പറമ്പിൽ പോയിട്ട് 4 കിലോ പൂളക്കേങ്ങ് വാങ്ങിക്കൊണ്ടിരുന്ന. നമ്മളൊരു അർജന്റുള്ള വിഷയം പറയാൻ വേണ്ടി എൻ്റെ ഉമ്മ എന്നെ പറഞ്ഞയച്ചതാണ്. ബന്ധുപ്പറമ്പ് പറഞ്ഞാൽ അവിടുന്ന് കൊണ്ടൂരിന്ന് കൊടുക്കലിങ്ങൾക്ക് കൊണ്ടൂർ അത്താണിക്കൊക്കെ നടക്കണം. പിന്നെ 1 മണിക്കൂർ കാത്തുനിന്ന് പിന്നെ ഒരു ജീപ്പ് കിട്ടി, അതിന് തൂങ്ങി പിടിച്ച് ബന്ധുപ്പറമ്പ് പോയി പൂളക്കേങ്ങ് വാങ്ങിക്കൊണ്ടു കൊടുത്ത്. ഏതായാലും നമ്മളെ മുറാദ് അവരെ ബർക്കത്തുകൊണ്ട് ഹാസിലായിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ മഹാന്മാരുടെയും മദത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ഈ തള്ളക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഈ സ്ത്രീക്ക് ഇതൊരു കഥയാണ്. അവ ഇരിക്കാനാ പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോണ്ട് അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരുന്നു. അപ്പൊ എന്താ സംഭവം? അവര് സന്തോഷത്തിന്റെ കണ്ണീരൊലിച്ചുകൊണ്ട് ഒലിപ്പിച്ചുകൊണ്ടിട്ട് കുറച്ച് ആൾക്കാർ വരികയാണ്. എന്താ പറഞ്ഞറിയോ? അത്തൊടുത്തേ നരം വാരും ധാരയില്ലാമറുത്തേ ഉത്തമതേ കപ്പലോടും പോതിലൗഹേ സത്തേ ഊനമാലാടർന്തമതിൽ യേശി ഹൈറാനത്തെ. കുറച്ച് വലിയ കച്ചവടക്കാർ, അന്നത്തെ വലിയ പൈസക്കാരാ. അവര് വന്നുകൊണ്ട് പറയാണ്, ഞങ്ങൾ കപ്പലിൽ ചരക്ക് കൊണ്ടുപോകായിരുന്നു. അതാ അക്കാലത്തൊക്കെ ചരക്ക് അടുത്ത കാലം വരെ അങ്ങനെ ആയിരുന്നല്ലോ. ബഹറിലൂടെ, വെള്ളത്തിലൂടെയാണ്. ഈ ബഹറിന്റെ അറബിക്കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കനോലി കനാൽ എന്ന് പറഞ്ഞൊരു കനാലുണ്ട് കുട്ടികളെ. അറബിക്കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ നിന്ന് ഈ കോഴിക്കോട്ട് നിന്ന് പലചരക്ക് സാധനങ്ങളൊക്കെ, ചാക്കുകളൊക്കെ ഈ തോണിയിൽ വെച്ചിട്ട്, വഞ്ചിയിൽ വെച്ചിട്ട് ചാവക്കാട് വരെ കൊണ്ടുപോയിരുന്നത് കനോലി കനാലിലൂടെ ആയിരുന്നു. ഇവിടെ ഉണ്ടോ കനോലി കനാൽ? ഇവിടെ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടി പോകണ്ടാവും. അറിയോ? കോഴിക്കോട് നിന്ന് ബേപ്പൂരിൽ നിന്നിട്ട് സംഭവം ചാവക്കാട് എത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ഫറൂഖിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടി ടച്ച് ചെയ്യാതിരിക്കൂല. അതുപോലെ അടുത്ത കാലം വരെ ബഹറിൽ കൂടെയാണ് പ്രധാന ഗതാഗതം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പുഴയിലൂടെയാണ് പ്രധാന ഗതാഗതം ഉണ്ടായിരുന്നത്. അവർ പറയാണ്, കച്ചവടക്കാരായി പണക്കാർ വന്നിട്ട് പറയാണ്, ഞങ്ങളെ സാധനങ്ങൾ ഞങ്ങൾ കപ്പലിൽ കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന സമയത്ത് കച്ചവട ചരക്കെല്ലാം കൂടി ചാക്കിലാക്കിയിട്ട് ഞങ്ങൾ കപ്പലിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉത്തമതേ കപ്പലോടും പോത് ലൗഹി സത്തേ ഊനമാൽ അടർന്ന്, അതിന്റെ ഒരു പലകാണ്ട് അടർന്നു കപ്പലിലെ വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങൾ ആകെ ബേജാറായി. കാരണം ഞങ്ങളും മുങ്ങി മരിക്കാൻ പോവാണ്. അപ്പണ്ട് നിങ്ങളെ ഞങ്ങൾ വിളിച്ചു. ബീവി അവർകളെ വന്നിട്ട് പറയാണ്, നഫീസ ബീവി അവർകളെ, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണേ. ബത്തലിൽ ഉമത പേരും നാങ്കളും വിളിത്തേ. ഞങ്ങള് പല ഔലിയാക്കന്മാരെയും വിളിച്ച കൂട്ടത്തില് ബത്തലിൽ ഉമത പേരും നാങ്കളും വിളിത്തേ. നിങ്ങളെ പേര് ഞങ്ങൾ വിളിച്ചപ്പോൾ വേളയിൽ ഒരു പക്ഷി ഏക്ക് നൂല് അക്കതണയിത്ത്. പെട്ടെന്ന് മേലെന്നൊരു പക്ഷി ഒരു നൂലിന്റെ കെട്ട് വന്നിട്ടാണ്ട് ഇട്ടപ്പോൾ തൊടുത്ത് അത്തൊടുത്തേ നാരം വാരും ധാരയില്ലാവർത്തേ ആനതാല്യമതും കപ്പൽ ആയി സലാമത്തേ. അത്തൊടുത്ത നാരം വാരും ധാരയിൽ അമർത്തേ. ധാര എന്ന് പറഞ്ഞാൽ ദ്വാരം. ആ കപ്പലിന്റെ പലക അങ്ങോട്ട് പോയിട്ട് വെള്ളം കയറാൻ തുടങ്ങിയ സ്ഥലത്ത് ഈ നൂലിന്റെ കെട്ട് വന്നിട്ട് അങ്ങോട്ട് നിന്നു. അവിടെ ഒട്ടിപ്പിടിച്ചാണ് നിന്നു. അതോടുകൂടി പിന്നെ വെള്ളം, കപ്പലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല. ഞങ്ങളും ഞങ്ങളെ കച്ചവട ചരക്കും ഞങ്ങളെ കപ്പലും അങ്ങനെ സലാമത്തായതാ. നാളിപ്പോ ഒരാളുടെ CM വരൂദാനെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവോ? ആകാശ ലോകത്തുനിന്ന് പക്ഷിയാണ് വന്ന് നൂലിന്റെ ഒരു ഉണ്ടാണ് ഇട്ടപ്പോഴേക്കും കപ്പലങ്ങൾ അടയല. അങ്ങനെ ഉണ്ടാവോ? അത് മനസ്സിലാണില്ല. എങ്ങനെയെന്ന് മനസ്സിലാണില്ല. ചങ്ങായി, എങ്ങനെയെന്ന് മനസ്സിലാകാത്തതിനാണ് കറാമത്ത് എന്ന് പറയാ. ഇതിപ്പോ എന്തായിന്നറിയോ? ഞാൻ അങ്ങോട്ട് ഇട്ടു, താഴത്തേക്ക് പോയി, മേപ്പെട്ട് പോയില്ല. കറാമത്ത്? അതിൽ കറാമത്തൊന്നുമില്ല. എങ്ങനെയെന്ന് മനസ്സിലാകാത്ത സംഗതിയാണ് കറാമത്ത്. പ്രിയപ്പെട്ടവരെ, ചുരുക്കുകയാണ്. നഫീസ ബീവി റളിയല്ലാഹു അൻഹാന്റെ മാല ഞാൻ ചുരുക്കുകയാണ്.
അതാ വീണ്ടും പറയുന്നു, വെളുത്തവരിൽ നൽകി ബുദ്ധി. ഈ കച്ചവടക്കാര്, അവരെ കഥ മുഴുവനായില്ല. കച്ചവടക്കാര് വന്നിട്ട് മൊളിന്തവർ 500 വെള്ളി ബീവിയിൽ കൊടുത്തേ, മുർഷിദർ ആ പിള്ള് ആ ഫിള്ള് കൊല്ലും ഓതിയ ശയത്തേ. മൊളിന്തവർ 500 വെള്ളിയാ കൊടുത്തത്. അന്നത്തെ ഏറ്റവും വലിയ പൈസയാണ് 500 വെള്ളി. ആ 500 വെള്ളി ആർക്ക് കൊടുത്തു? നഫീസ ബീബി അവർക്ക് കൊടുത്തു. മുർഷിദർ ആ ഫിള്ള് കൊല്ലും ഓതിയ ശയത്തേ. ആ ഫിള്ള് 500 വെള്ളി കൊണ്ട് വാങ്ങിയിട്ട് ഈ വയസ്സെത്തിയായിരിക്കുന്ന വയസ്സായ വൃദ്ധയായ ഉമ്മാക്ക് കൊടുത്തു. വഅലൈക്കുമുസ്സലാം. ഞങ്ങൾ മർക്കസ് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് പാസ്സായ ആൾക്കാർ. 1996 മർക്കസിൽ നിന്ന് അസ്കർ സഖാഫിയും ഞാൻ ഒരുമിച്ച് പാസ്സായതാണ്. അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും അല്ലാഹുവേ നിന്റെ ത്വാഅത്തിലായിട്ട് ആഫിയത്തോടുകൂടുള്ള ദീർഘായുസ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റിത്തരണേ റഹ്മാനെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഞാനത് കറാമത്തുകൾ ധാരാളം പറയുന്നുണ്ട്. നഫീസമാല മുഴുവൻ പാടാൻ സമയമില്ല, അതുകൊണ്ട് ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ വേണ്ട കണ്ടെങ്കിൽ അടുത്ത കൊല്ലം ബാക്കി ഇവിടെ പറയാൻ വിട്ടുപോയത് അടുത്ത കൊല്ലം പറയാം. ഏതായാലും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മിസ്റിൽ ജീവിക്കുന്ന കാലത്ത് നഫീസ ബീവി റളിയല്ലാഹു അൻഹാ മിസ്റിൽ ജീവിക്കുന്നുണ്ട്. അതാണ് നഫീസത്ത് മാലയിൽ പറയുന്നത്, മികവരിൽ ദീനം ഭവിക്കുൽ ബീവിയോരിടത്തെ വിട്ടിടും ആളെ ശിഫാക്ക് തേട്ടമിൻ ഇടത്തെ. ഷാഫി ഇമാമിന് എന്ത് രോഗം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ശിഷ്യന്മാരെ പറഞ്ഞേക്കനാണ് എങ്ങോട്ട്? നഫീസ ബീവിന്റെ അടുത്തേക്ക് ദ്വാരിപ്പിക്കാൻ. ഷാഫി ഇമാമിന്റെ തലക്ക് വലിയൊരു മുറിവ് വന്ന്. എങ്ങനെ മുറിവുണ്ടായെന്ന് അറിയാം മക്കളെ? ഷാഫി ഇമാമിന്റെ തലമ്മൽ മുറിവുണ്ടായി. എങ്ങനെ മുറിവുണ്ടായി? ഒരാള് ഷാഫി ഇമാമിന്റെ തലമ്മല് ഒലക്ക കൊണ്ടടിച്ചതാണ്. എന്തിനാ അടിച്ചത്? ഷാഫി ഇമാമിനെ കൊല്ലാൻ വേണ്ടി അടിച്ചതാണ്. ഷാഫി ഇമാമിന്റെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണും ഷാഫി ഇമാമിന്റെ വഫാത്തിനെ പറ്റി. തമന്നാ റിജാലുൻ അൻ അമുതാ വഇൻ അമുത് ഫതിൽക സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദാ. ഷാഫി ഇമാം മഹാകവിയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വരി കവിതയാണത്. ഒരാള് തലക്കടിച്ചു. ഷാഫി ഇമാമിനോട് മുനാവറ ചെയ്യാറുണ്ട് പലരും. എങ്ങനായാലും ഷാഫി ഇമാം മാത്രമേ ജയിക്കാറ് പതിവുള്ളൂ. തർക്കത്തിന്, വാദപ്രതിവാദത്തിന് ഷാഫി ഇമാമിന്റെ എതിർച്ചേരി ഒരിക്കലും ജയിക്കാറില്ല. ഒരു ചങ്ങായി, അയാള് നല്ല പണ്ഡിതനൊക്കെ തന്നെയാണ്. അയാളുടെ പേര് വലഹാൻ എന്നോ മറ്റോ ഞാൻ ഓർക്കുകയാണ്. ആ പണ്ഡിതനായ മനുഷ്യൻ വലിയ പാണ്ഡിത്യവും വലിയ പേരുള്ള ആളാണ്. അയാള് ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിനോട് വാദപ്രതിവാദം നടത്തി. ജനങ്ങളുടെ ഇടയിൽ തോറ്റു. യഥാർത്ഥത്തിൽ അയാൾ തോറ്റപ്പോ ഷാഫി ഇമാമിനെ കൊല്ലണം എന്ന ചിന്തയായി. അങ്ങനെ ഷാഫി ഇമാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞയച്ചു. കൂലി കൊടുത്ത്, നല്ല പൈസ കൊടുത്ത് ഒരു ഗുണ്ടയെ പറഞ്ഞയച്ചു. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഷാഫി ഇമാം നടന്നു വരുമ്പോ ഇയാള് കാത്തു നിൽക്കുകയാണ്. ഗുണ്ടയായ മനുഷ്യൻ കാത്തു നിൽക്കുകയാണ്. ഒരു ഒലക്ക കൊണ്ടടിച്ചു. ഒലക്ക എന്ന് പറഞ്ഞ സാധനം കുട്ടിയൊക്കെ അറിയൂല. അംജദ് അറിയോ? അറിയോ എന്തിനുപയോഗിക്കുന്ന സാധനം അത്? അരി കുത്താൻ വേണ്ടിയിട്ട്. അതെ, അൽഹംദുലില്ലാഹ് ഇവിടുത്തെ കുട്ടിയൊക്കെ അതൊക്കെ അറിയാം. ഏതായാലും ഒരു ഒലക്ക കണ്ട് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ തലക്കടിച്ചു. തല പൊട്ടി രോഗമായി പല ചികിത്സകൾ ചെയ്ത് മുറിവ് കൂടുകയാണ്, വേദന കൂടുകയാണ്. അതിന്റെ മുമ്പ് എന്നെ വഫാത്താകുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഷാഫി ഇമാമിന് വല്ലാത്ത രോഗമുണ്ട്. ദർസുകൾ മുടങ്ങിയിട്ടില്ല. എന്താണ് രോഗം? അർശസിന്റെ രോഗമാണ്. ഇമാം ഷാഫി തങ്ങളെ ചരിത്രം പറഞ്ഞ കിതാബുകളിലൊക്കെ ഉണ്ട്. അവസാനം ദർസ് മുടങ്ങിയിട്ടില്ല. അവസാനം വലിയ കോളാമ്പി പോലത്തെ സാധനം. കാരണം ബ്ലീഡിങ് നല്ലോണുണ്ട്, ചോര പോകുന്നുണ്ട്. ഈ അർശത്തിന്റെ സോക്കറുണ്ടായിട്ട് അള്ളാഹിനോട് ദ്വാരക്കുന്നില്ല, അതുകൊണ്ട് മാറുന്നില്ല. എനിക്ക് അള്ളാഹിന്റെ പൊരുത്തം മതി, റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ദുആ മതി എന്നുള്ള നിലക്ക് രോഗം മാറാൻ ഷാഫി ഇമാം ദുആ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം 5-6 മാസത്തിലധികം ഈ അർശസിന്റെ സോക്കട് അത് ബാധിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് കോളാമ്പിമ്മൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ
ദർസ് നടത്തുകയാണ്. അങ്ങനെ ശിഷ്യന്മാര് പലരും ശാഫി ഇമാമിന്റെ ഇൽമ് സ്വായത്തമാക്കുകയാണ്. അതിന്റെ പുറമെയാണ് തലക്കടിയേറ്റു. ശാഫി ഇമാമിന്റെ തലക്ക് അടികിട്ടി, മുറി കൂടി വരികയാണ്, വേദന സഹിക്കാൻ വയ്യ. അപ്പോഴാണ് അവസാനാണ് ശിഷ്യനെ പറഞ്ഞയച്ചത്. നഫീസ് ഹബീബിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. മാഷാ അല്ലാഹ്. അതാ എന്തിനാ? അന്ന് ബീഗുണത്തിനോതും സുഗമിനായി റബ്ബിനോട് തേടിടും ബീസത്തെ. ബഹുമാനപ്പെട്ട ബീബി ദ്വാർന്നാൽ സൂക്ഷമിൽ ശീഫ ഉടയോൻ നൽകിടും ക്ഷണത്തെ. അത് പതിവാണ്. നഫീസ് ഹബീബ് എന്നാണ്ട് പറഞ്ഞാൽ മതി, ഉടനെ രോഗം മാറും. എടങ്ങേറായപ്പോൾ അവസാനമാണ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് നഫീസ് ഹബീബിന്റെ അടുത്തേക്ക്. പക്ഷെ എന്ന പോലെ തങ്ങളിലുൾ മൗത്തിനുൾ ദണ്ണത്തെ യേശി മുൻ ആയക്കുമ്പോതിൽ ബീവിയിൽ ആയത്തെ. സാധാരണ പറഞ്ഞേക്കും പോലെ ഇപ്രാവശ്യം ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. ആരോട്? നഫീസ് ഹബീബിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഷാഫി മാമാകുന്ന ഞങ്ങളെ ഉസ്താദിന് തലക്ക് ഒലക്ക കൊണ്ടുള്ള അടി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആലിമീങ്ങൾ പലരും നല്ല പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. ഷാഫി ഇമാം പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ ശിഷ്യൻ ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അടികിട്ടിയിട്ട്, കഴുത്തിന് അടികിട്ടിയിട്ട് ജയിലിന്റെ ഉള്ളിൽ നിന്ന് നല്ല മർദ്ദന മുറകൾ, വലിയ ഖനമുള്ള വെയിറ്റുള്ള വടി കൊണ്ട് അടികിട്ടിയിട്ട് ഈ എല്ല്, അതായത് തലയെ താങ്ങി നിർത്തുന്ന എല്ല്, ശരീരത്തിൽ നിന്ന് മനുഷ്യന്റെ തലയെ താങ്ങി നിർത്തുന്ന ഈ കഴുത്തിന്റെ ബാക്കിലുള്ള എല്ല് പൊട്ടിപ്പോയി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ചരിത്രം നോക്കിയാൽ കാണാം, തല ശരിക്ക് പൊക്കാൻ കഴിയാതെ ഈ നെടുമുള്ളിന്റെ മേലെ ഭാഗം പൊട്ടിയിട്ട് അന്നലക്ക് ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുത്ത മഹാനാണ് ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ ലക്ഷക്കണക്കിന് ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യനാണ്. വലിയ ബറക്കത്തുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമാണ് ആളെ വിട്ടത് ദ്വാരക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ സാധാരണ നഫീസ് ഹബീബി ദ്വാരക്കല് പതിവുണ്ട്. ഒലക്ക കൊണ്ട് തലക്ക് അടി കിട്ടിയിട്ട് വലിയ മുറിവായി ശിഫയാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. പക്ഷേ അന്ന് ബീവി നഫീസ റളിയല്ലാഹു അൻഹാ അന്ന് എന്തായില്ല, രോഗം മാറാൻ ദുആ ചെയ്തില്ല. അന്ന് ബീ ഗുണത്തിനോതും തേട്ടമിൻ പകരത്തെ അഹിതവൻ ലീഖാനവർക്ക് നൽകിടട്ടണ്ടുത്തേ. അന്ന് ബീ ഗുണത്തിനോതും തേട്ടമിൻ പകരത്തെ. രോഗം മാറാൻ ദ്വാർന്നില്ല. പിന്നെന്താ ദ്വാർന്നത്? അഹിതവൻ ലീഖാനവർക്ക് നൽകിടട്ടണ്ടുത്തേ. ഷാഫി ഇമാമിന് റബ്ബേ നിന്റെ അടുത്തേക്ക് വേഗം വരാൻ, നിന്റെ ലിഖായിലേക്ക് പെട്ടെന്നാകാൻ റബ്ബേ നീ തൗഫീഖ് നൽകണമെന്ന് ദ്വാർന്നപ്പോ ശിഷ്യന്മാര് ചെന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഷാഫി ഇമാമിനോട് പറഞ്ഞു, രോഗം മാറാൻ ദ്വാർന്നിട്ടില്ല ഉസ്താദേ, അള്ളാന്റെ ലിഖ കിട്ടാൻ, അള്ളാനെ കാണാൻ പെട്ടെന്ന് തൗഫീഖ് ഉണ്ടാകാനാ ദ്വാർന്നത് എന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാം പറയാണ്, തമന്നാ റിജാലുൻ അൻ അമൂത വ ഇൻ അമുത് ഫതിൽക സബീലുൽ ലസ്തു ഫീഹാ ബിഔഹദാ. എന്താ അതിന്റെ അർത്ഥമാണ് ഈ പാട്ടിൽ പറയുന്നത്? എന്ന് വരുകിൽ ബീവിയാളെ അതാ ചൊന്ന സാരം ഓർത്തനിക്കുൾ അജലിതെന്നൂറത്തെ ചുറ്റി നിൽക്കും നാളരോട് ഞാനിതിൽ മരിത്തേ. ശിഷ്യന്മാരോട് ഷാഫി ഇമാം പറയാണ്, ഞാൻ മരിക്കാൻ പോവും. അതാ അതിന്റെ അർത്ഥം, എന്റെ മരണം എത്തിയിട്ടുണ്ട്. ഞാൻ ചുറ്റി നിൽക്കുന്ന ആളരോട് ഞാൻ ഇതിൽ മരിത്തേ, എനിക്കിനി ദുനിയാവിലെ ജീവിതം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട ബീബി നഫീസ റളിയല്ലാഹു അൻഹാ
എന്റെ രോഗം ശിഫയാകാൻ ദുആ ചെയ്യാത്തതിന്റെ കാരണം അതാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിച്ചാലും എന്റെ ആദർശം മരിക്കുകയില്ല. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഖിയാമത്ത് നാൾ വരെ എന്റെ ആദർശം, അത് റസൂലുള്ള പഠിപ്പിച്ച ആദർശമാണ്, അതിവിടെ നിലനിൽക്കുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹ് എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നഫീസ ബീവി റളിയല്ലാഹു അൻഹാ ശാഫി ഇമാമിനോട് വലിയ ബന്ധമാണ്. ഇനി വീണ്ടും നഫീസ ബീവിയിലേക്ക് തന്നെ മാല കടക്കുകയാണ്. നിങ്ങളൊന്ന് എണീച്ചെന്നാണ് എല്ലാവരും ഉസ്താദന്മാരൊക്കെ അവിടെ ഇരുന്നോളൂ. എല്ലാവരും ബാക്കിൽ താഴെ ഇരിക്കണം. ഉസ്താദന്മാരും എല്ലാവരും ഇരിക്കും. ഒന്ന് എണീച്ചിക്ക് മക്കളെ. അൽഹംദുലില്ലാഹ്. ഇവിടെ സഹോദരിമാരുണ്ടല്ലോ അവിടെ അല്ലേ, മേലെയാണ്. അൽഹംദുലില്ലാഹ്. ഇതിപ്പോ എന്തിനാ മറ? അൽഹംദുലില്ലാഹ്. എല്ലാവരും നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ, അവരുടെ വാപ്പാന്റെ പേരെന്താ പറഞ്ഞു? പറയ്. ശരിയാണ്. അവർ ഹസൻ റളിയല്ലാഹു അൻഹു. അവരുടെ വാപ്പാന്റെ പേരെന്താ പറഞ്ഞു? ഹസൻ എന്നവരുടെ വാപ്പാടെ പേര് സെയ്ദ് റളിയല്ലാഹു അൻഹു. അവരെ വാപ്പാന്റെ പേര് ഫാത്തിമ ബീവിന്റെ മോനായ ഹസൻ റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? അവരെല്ലാവരും ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ ഓത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നഫീസ ബീവിന്റെ വഫാത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് കറാമത്തുകൾ ഇതിൽ പറയുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. എല്ലാം കൂടി പറയാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, വരിശൈ ബീവിൽ മൗത്ത് വന്ന് ഹാദിറായോക്തേ വൈദ്യൻ ഊരത്ത് നോമ്പൊശിക്കുവാൻ ഊരത്തെ. സോക്കട് കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ ആരോ ഫാത്ത മോനെ പറഞ്ഞത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്താണ് പറഞ്ഞത്. മാഷാ അല്ലാഹ്, ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. ആരാണ് ഷാഫി ഇമാം? മഹാകവിയാണ്. ഷാഫി ഇമാമിന്റെ ഒരു കവിത ബറക്കത്തിന് വേണ്ടി ഞാൻ ചൊല്ലാം. ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. അതൊരു കവിതയാണ്. ബിഖദ്രിൽ ഖദ്ദി തുക്തസബുൽ മആലി വമൻ ത്വലബൽ ഉലാ സഹറൽ ലയാലി. അത് ഷാഫി ഇമാമിന്റെ വേറെ കവിതയാണ്. കവിതകൾ മാത്രം ദീവാനുൽ ഇമാമി ഷാഫി എന്ന പേരിൽ കവിതാ ലോകം, സാഹിത്യ ലോകം ഷാഫി ഇമാമിന്റെ കവിതകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, എന്ത്? ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും. ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനല്ല. വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനല്ല. കണ്ടോ ഷാഫി ഇമാമിന്റെ താഴ്മ കണ്ടോ? അവരെക്കാളും വലിയ ഒരു വലിയനെ, അവരെക്കാളും വലിയൊരു മുതവാദിഇനെ, അത്ര നല്ല മനസ്സുള്ള ഒരാളെ പിന്നെ വേറൊരു ഉമ്മയും പെറ്റിട്ടില്ല. അന്നും വേറൊരു ഉമ്മയും, അന്ന് ഉമ്മ പെറ്റ ഒറ്റ മക്കളുമില്ല. അത്ര വലിയ ഔലിയാക്കളെ നേതാവാണ് ഇമാമുന ശാഫിഈ. സൂറത്തുൽ ഇസ്രാഇന്റെ തഫ്സീറിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഷാഫി ഇമാമിന്റെ പിന്നാലെ ഓരോ മദ്ഹബിന്റെ മുഖല്ലിദുകളും അവരുടെ ഇമാമിന്റെ പിന്നാലെ സ്വർഗത്തിലെത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ പിന്നാലെ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് എല്ലാ മക്കളും ആമീൻ പറയണം. തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കള് പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ ഉള്ളവർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഷാഫി ഇമാം പഠിപ്പിച്ച ഫിഖ് ഒരുപാട് ഖിയാമത്ത് നാൾ
വരെയുള്ള മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ശൈഖുന ബീരാങ്കോയ ഉസ്താദ് അവിടത്തേക്ക് ഈ പരിപാടികളൊക്കെ സന്തോഷകരമായ നിലയ്ക്ക് അവിടുത്തെ ഹദറത്തിലേക്ക് ഇഷ്ടപ്പെടുന്ന നിലക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെ ഖാദിമീങ്ങളായി അവരെ ജിവാറിൽ അതുപോലെയുള്ള മുഴുവൻ അസാത്തിദത്തിന്റെയും കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ശാഫി ഇമാം പറയാണ് ഉഹിബ്ബു സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹീങ്ങളോട് നല്ല ഇഷ്ടാണ്. എന്താ അറിയോ? വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളല്ല. പിന്നെന്തിനാണ്? ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. സ്വാലിഹീങ്ങളെ ഞാൻ സ്നേഹിച്ചാല് അത് നല്ലൊരു തിയറിയാണ്, സുന്നത്യമായത്തിന്റെ വലിയൊരു പോയിന്റാണ്. നമ്മളൊന്നും സ്വാലിഹീങ്ങളല്ലെങ്കിലും നഫീസ് ഹബീബിന്റെ ബറക്കത്തുകളും മനാഖിബുകളും മഹത്വങ്ങളും നമ്മൾ പറയുന്നത് എന്തിനാണ്? അവരെ കൊണ്ട് നമ്മൾ ആഖിറത്തിൽ രക്ഷപ്പെടാനാണ്. അതാണ് ഇവിടെ ശാഫി ഇമാം പറയുന്നത്, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടതല്ല, പെട്ട ആളല്ല. അത് ശാഫി ഇമാമിന്റെ താഴ്മ കൊണ്ട് പറഞ്ഞതാണ്. എന്നാലും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, അവരെ കൊണ്ട് എനിക്ക് ശഫാഅത്ത് കിട്ടാനാണെന്ന് പറയുമ്പോ ശാഫി ഇമാമിന്റെ ശിഷ്യൻ തിരുത്തുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തിരുത്തുകയാണ്. മോനെ, ശാഫി ഇമാം എന്താ ചൊല്ലിയത്? ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും. എന്താണ് വലസ്തു മിൻഹും എന്നാണ് പറഞ്ഞത്. എന്നാൽ ശാഫി ഇമാമിന്റെ ശിഷ്യൻ പറഞ്ഞത് ഉഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും. എന്താ പറഞ്ഞത്? വ അൻത മിൻഹും. ശാഫി ഇമാമിന്റെ ശിഷ്യൻ ആരാണ്? ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഇപ്പൊ നമ്മൾ പേര് പറഞ്ഞ ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആര്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ് ഉഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും ലഅല്ലി അൻ അനാല ബിക ശഫാഅ. ഓ ഉസ്താദേ, നിങ്ങൾ സ്വാലിഹീങ്ങളെ നേതാവാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ നിങ്ങളടക്കമുള്ള സ്വാലിഹീങ്ങളെ എനിക്ക് പ്രിയം ആണ്. അതേ നഫീസ് ഹബീബി എത്ര കൊല്ലമാ ജീവിച്ചത് അറിയോ? ബിരിശ ബീബിക്കന്ന് വയസ്സ് സാട്ടതും മൂന്നാനേ, പ്രിയര തൂണാക്കാവല്യങ്ങൾ കേകണം മന്നാനേ. വഫാത്തിനോട് അടുക്കയാണ്. ബിരിശ ബീബിക്കന്ന് വയസ്സ് സാട്ടതും മൂന്നാനേ. സാട്ട് എത്ര ഉസ്താദേ? 60. എത്ര? 60 പിന്നെ 3 കൂടി കൂട്ടിയാല് മഹാനായ സയ്യിദുനാ സയ്യിദുൽ മഖ്ലൂഖീൻ സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63ലാണ് വഫാത്തായത്. ആ ഹബീബായ തങ്ങളെ കൂടെ രാവും പകലും പങ്കെടുത്ത ബഹുമാനപ്പെട്ട സിദ്ദീഖ്, ഹബീബായ തങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63ലാണ് വഫാത്തായത്. 63ാം വയസ്സിലാണ് വഫാത്തായത്. അതേ നഫീസ ബീവിയും 63-ൽ വഫാത്താവുകയാണ്. വഫാത്തിന്റെ മുന്നോടിയായിട്ട് ഉണ്ടായിരുന്ന രോഗം കൂടി, പനി വന്ന്, തലവേദന വന്ന്, ആരൊക്കെയോ ഡോക്ടർമാരെ കൊണ്ടുവന്ന് കാണിച്ചു, വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചപ്പോ വൈദ്യം പറഞ്ഞു, നിങ്ങൾ നോമ്പ് ഒഴിവാക്കണം, നിങ്ങൾക്ക് നോമ്പുണ്ടല്ലോ, നോമ്പ് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ വരിശൈ ബീവിൽ മൗത്ത് വന്ന് ഹാദിറായോ വൈദ്യൻ ഊരത്ത് നോമ്പോശിക്കുവാനൂരത്തെ. നോമ്പ് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മോനെ വൈദ്യരെ നിങ്ങൾക്ക് അറിയോ, ഞാൻ എത്ര കാലമായി അള്ളാഹിനോട് ദ്വാരക്കുന്ന, എന്ത് മരിക്കുമ്പോ സ്വാഇമത്തായിട്ട് മരിക്കണം. എത്ര ആളുകളാണ് ഈ റമദാനിൽ മരിച്ചുപോയത് സ്വായിമായിട്ട്, സ്വായിമീങ്ങളായിട്ട്, അല്ലേ? ഒരുപാട് ആള് മരിച്ചുപോയി. ഇന്നലെ ഒരാള് സുബൈന്റെ നേരത്ത് മരിച്ചത് ഞാൻ അറിഞ്ഞു. അബ്ദുസ്സമദ് മൗലവി മണ്ണാർമല, ആൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന മഅ്ദിനിൽ വെച്ച് ഈ റമദാൻ 1 ഞായറാഴ്ച ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. ഞാനും അതിന്റെ അൽഹംദുലില്ലാഹ് ബിഫദ്ലില്ലാഹി ഉന്നത അധികാര സമിതിയിലൊരു മെമ്പറാണ് ഞാനും.
വേറെ ഒരു മെമ്പറായ അബ്ദുസ്സമദ് മൗലവി മണ്ണാർമല എന്ന് പറഞ്ഞ ആള് ശൈഖുന താജുൽ ഉലമ സദഖത്തുള്ള ഉസ്താദിന്റെ ശിഷ്യനാണ്. സമദ് മൗലവിയെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം വന്നിട്ടില്ല യോഗത്തിന്. എങ്കിലും അദ്ദേഹത്തിന് നല്ല കവിയായതുകൊണ്ട്, നല്ല വിവരമുള്ള ആളായതുകൊണ്ട്, ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ആഴമേറിയ അറിവുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിനെ മെമ്പറാക്കി അദ്ദേഹം ഇന്നലെ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല ദിവസം മരിക്കല് നല്ല ലക്ഷണമാണ്. ഫതുഹുൽ മുഈന്റെ വ്യാഖ്യാനങ്ങളിലുണ്ട്, ഇർശാദിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസ് ഇർശാദുൽ ഇബാദ് എന്ന കിതാബിൽ മഖ്ദൂം തങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്ത്? വെള്ളിയാഴ്ച ദിവസം ഒരാൾ വെള്ളിയാഴ്ചന്റെ രാവിലോ വെള്ളിയാഴ്ചന്റെ പകലിലോ മരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇർശാദിൽ കൊടുക്കുകയാണ് മഖ്ദൂം തങ്ങൾ. മിഞ്ഞാന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളെ സിയാറത്ത് ചെയ്തു. അല്ലാഹുവേ അവരെ കൂടെ ഖാദിമീങ്ങളായി സ്വർഗ്ഗത്തിലെത്തിക്കണം റഹ്മാനെ. റസൂലുള്ളാഹി പറയാണ് ആമീന മിൻ ബഗ്തത്തിൽ ഖബ്രി ഔ കമാ ഖാല റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസം മരിച്ചാൽ ഓനക്ക് പിന്നെ ഖബറിൽ ചോദ്യമില്ല, കിടങ്ങേറില്ല. ആര് പറഞ്ഞു? റസൂലുള്ളാഹി പറഞ്ഞു. നോമ്പുകാരനായിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് നഫീസ ബീവി പറയാണ്, എത്ര കാലമായി ഞാൻ ദുആർക്കാൻ തുടങ്ങിയിട്ട്. അതേ പറയുന്നു നഫീസ ബീവി വൈദ്യരോട് പറയാണ്, തരിത്തവരോടോതി ഞാൻ മൂറിത്തിടാ സൗമാനേ, ഞാൻ മുറിത്തിടാ സൗമാനെ. ഒരുപാട് ഭാഷകൾ പഠിക്കണം, പ്രയോഗങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മാലപ്പാട്ടും കിസ്സപ്പാട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടോ അവിടെ പറഞ്ഞിട്ട്, തരിത്തവരോടോതി ഞാൻ മുറിത്തിടാ സൗമാനെ. നമ്മളിപ്പോ എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കലും സഖാഫി ഉസ്താദ്? മുറിത്തിടാ, ഞാൻ മുറിത്തിടാ, ഞാൻ മുറിത്തിടാന്ന് പറഞ്ഞാൽ ഞാൻ മുറിക്കാം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കല്. നമ്മളെ നാട് പെരുമുഖത്തും തന്നൽ, എൻ്റെ നാട് തെന്നലേ മലപ്പുറം ജില്ലയിൽ. അവിടൊക്കെ നമ്മളെ തിരൂരങ്ങാടിയും കോഴിക്കോടിന്റെ പരിസരത്തും ഒക്കെ ഉള്ള ഭാഷ അങ്ങനെയാണ്. ഞാൻ മുറിത്തിടാം എന്ന് പറഞ്ഞാൽ ഞാൻ മുറിക്കാം. എന്നാൽ അങ്ങനെയല്ല പഴയ മലയാളം. പഴയ മലയാളത്തിന്റെ വലിയൊരു ഭാഷ അങ്ങനെയാണ്. അത് എത്രയോ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്. ലക്ഷദ്വീപിൽ ചെന്നാല് നാളെ സുബൈക്ക് നിങ്ങളുടെ പെരീക്ക് വരണം കേട്ടോ, കട്ടൻ ചായ അവിടുന്ന് കുടിക്കട്ടോ, എന്നാ രാവിലെ വരണം കേട്ടോ, കട്ടൻ ചായ എന്റെ പുരേന്ന് കുടിക്കാം. നിങ്ങളെന്താ പറഞ്ഞത്? ഞാൻ വരാം. ഞാൻ വരാന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഭാഷ ഞാൻ വരും എന്നാണ്. എന്നാൽ ലക്ഷദ്വീപിലെ ഭാഷ ഞാൻ വരൂല. അവിടുത്തെ ഭാഷ അങ്ങനെ. ഉസ്താദിന്റെ അവിടെ തന്നെ മൽമക്കറിൽ തന്നെ ഇഷ്ടംപോലെ ആള് പഠിക്കുന്നുണ്ടാവും. അവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. ദ്വീപിലെ ഭാഷ അങ്ങനെ, ഞാൻ വരാം. അവിടുത്തെ ഭാഷ അങ്ങനെ. എന്നെ ഹാല് മട്ടക്കേടൊന്നുമില്ല, എന്താ വർത്താനം സോക്കടൊന്നും ഇല്ല എന്ന്. അതിന്റെ മറുപടി എന്താണ്? മട്ടക്കേടൊന്നുമില്ല. ഇങ്ങോട്ട് ലച്ചോ, ഇവിടേക്ക് ലച്ചോ, ഇവിടേക്ക് ലച്ചോ. എന്റെ കൈ കൊണ്ടുള്ള സൂചന കൊണ്ട് ഓനക്ക് മനസ്സിലായതാ. ഇവിടേക്ക് ലച്ചോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നോന്നാ, ലച്ചോ എന്ന് പറഞ്ഞാൽ ഇരുന്നോന്നാ. ശാല ഫാർക്കോണ്ടെന്ന് പറഞ്ഞാൽ വല്ലാതെ വൈകണ്ട, നേരത്തെ വന്നുകൊണ്ടിരുന്ന ശാല ഫാർക്കോണ്ട. അപ്പൊ എന്ന് പറഞ്ഞ ഈ ഭാഷ ഒരുപാട് സ്ഥലത്ത് പഴയ മാപ്പിള സാഹിത്യത്തില്, മാലപ്പാട്ടുകളില്, കിസ്സപ്പാട്ടില് ഈ ശൈലി ഒരുപാട് കാണാൻ പറ്റും. അങ്ങനത്തെ ഉദാഹരണങ്ങളൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് മോയിൻകുട്ടി ബദറിൽ എത്രയോ സ്ഥലത്തുണ്ട്. തൊണ്ടക്കൊടുനുരൈവതെണ്ട് ഇവ ചെയ്ക ഇലൈ എണ്ട് നിനക്കണ്ട ജനരാ ദുഷ്കം ഹുബൂലുൽ അഅല ഹഖ് തനെയാണ് ഒരു ശക്കുമിലൈ വേണ്ട ഇശിരാം. ഉടനെ അവൻ മുഖം തിരിക്കൈ ബഡിവർ നബി സ്വഹബുകളെ കൊടുക്കനവേ വിളി ചെയ്തുരയായി. അമീ ബരുക, ഞാൻ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിയാതെ അമീ ബരുക, വെള്ളം കുടിക്കാതെ അമീ ബരുക എന്ന് പറഞ്ഞാൽ, അമീ എന്ന് പറഞ്ഞാൽ ബംഗ്ലാ ഭാഷ. ഞാൻ ബരുക എന്ന് പറഞ്ഞാൽ ഞാൻ വരൂല, വെള്ളം കുടിക്കാതെ ഞാൻ വരൂല. കുടിയതമീ ബരുക കുടിത്തില്ല പൊളിക്കും ഹൗദിടിത്തില്ല തടി ജീവൈ മുടിത്തല്ലതിലൈ അശനായി. ഞാൻ വെള്ളം കുടിക്കും മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന്. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, ഹുബുലുൽ ആയലയാണ് സത്യം. വലിയ പടച്ചോനാ ഹുബുലുൽ ആയല. അതിനൊക്കെ പറഞ്ഞിട്ട് ഓൻ പറയാണ്, കുടിത്തില്ല പൊളിക്കും ഹൗദ് എടുത്തില്ല. അത് അഥവാ കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഹൗദിനെ ഞാൻ ഉപയോഗശൂന്യം ആക്കും, ഞാൻ പൊളിച്ചിട്ട് ഖറാബാക്കും. അതിനും പറ്റിയില്ലെങ്കിൽ കുടിത്തില്ല പൊളിക്കും ഹൗദ് എടുത്തില്ല തടി ജീവൈ മുടിത്തല്ലാതിലൈ അശന. എന്റെ തടിന്റെ ജീവനാണ് കളഞ്ഞിട്ട് മരിക്കും. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞു. അവസാനം എന്താ ഉണ്ടായാലും
ആ കുരിപ്പ് പറഞ്ഞ മൂന്നാമത്തെ സംഗതി ഉണ്ടായത് എന്തായി പോയി? ഓ മരിച്ചു. അസ്വദ് ഇബ്നു അബ്ദുൽ ഉസ്സ അൽ മഖ്സൂമി ലഅനത്തുല്ലാഹ്. ബദർക്കിറന്നുള്ള കുഫറുകളിലെ മുതൽ കുലപ്പട ഇവൻ താനെ ബദറിൽ ആദ്യമായി കൊല്ലപ്പെട്ട മുശ്രിക്ക് അവനാണ്. ഓൻ വലിയ നേതാവായിരുന്നു. ഓന് ചത്ത് വീണപ്പോ ജിഹൻ വിളുന്തുതൈ കനിന്തുടൻ ഖുറൈശ് അടങ്കലും തടി നെടുങ്കി നിണ്ടുപോയി. ഇത് കണ്ടിട്ട് മുശ്രിക്കുകൾ ആ ആരാപ്പാക്ക് എടുത്ത് പടിയുന്നത് അസ്വദോ പഠിച്ചോനിപ്പോ എന്റെ കാര്യം എന്താവും? വലിയ ആളല്ലേ ഓനല്ല വീണ് കിടന്ന് പടയുന്നത്. ജിഹൻ വിളുന്തുതൈ കനിന്തുടൻ ഖുറൈശ് അടങ്കലും തടി നെടുങ്കി നിണ്ട് പോയി. ബൻസിംഹം ഹംസ അപ്പോൾ മടങ്ങിടൈ. ഹംസ റളിയല്ലാഹു അൻഹു ഓനോട് ഇതുവരെ നോക്കിയിരുന്നു. അങ്ങനെ റളിയല്ലാഹു അൻഹു ഹംസത്തുൽ കറാർ തങ്ങൾ ക്ഷീണിച്ചുകൊണ്ട് മടങ്ങി വന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ എന്തിനാ പാടിയത് അറിയോ? അമീ ബരുക എന്ന് പറഞ്ഞാൽ ഞാൻ ബരൂല, വെള്ളം കുടിക്കാതെ ബരൂല. അതേ ശൈലിയാണ് ഇവിടെയും പറഞ്ഞത്. എന്താ പറഞ്ഞത്? തരുത്തവരോടോതി ഞാൻ മൂറിത്തിട സൗമാനേ തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പള് താനേ. പ്രിയപ്പെട്ട വൈദ്യരെ, ഞാൻ മുറിച്ചിടാ സൗമാനെ, ഞാൻ നോമ്പ് മുറിക്കൂല. എനിക്ക് പിന്നെ തനിയവൻ നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താനെ, ഈ നോമ്പോടുകൂടി ഇന്ന് തന്നെ എനിക്ക് മരിക്കണമെന്നാണ് എൻ്റെ പൂതി. മരണമാക്കും എണ്ട് ബിണ്ട് ഓതി അൻആമാനേ. മാനിത സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. അൻആം സൂറത്ത് ഓതിക്കൊണ്ട് അത് ഓതി തീരുന്നതിന്റെ മുമ്പ് മഹദി അവർകൾ വഫാത്തായി. അന്ന് എത്ര വയസ്സ് ബീവി അവർകൾക്ക്? എത്ര വയസ്സ്? 63. മാഷാ അല്ലാഹ്. ഉറക്കനെ പറയണം. അത് കൊണ്ടൂർ ഉസ്താദിന്റെ ഒരു ഇജാസത്താണ്. ദിക്റൊക്കെ ഉറക്കനെ ചെല്ലണം. ദിക്റിന്റെ മജ്ലിസിലാകുമ്പോൾ ഉറക്കനെ ചെല്ലണം. ഞാൻ എന്താ ഉറക്കം പോകും, ശൈത്താനും പോകും എന്ന് ശൈഖുന കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ആ കുട്ടിക്ക് അല്ലാഹു എല്ലാ ശൈത്താന്മാരുടെ ശർറിനെ തൊട്ടും കാത്തി രക്ഷിക്കുമാറാകട്ടെ. നമ്മളെയും കാത്തി രക്ഷിക്കണേ റഹ്മാനെ. അവിടെ ആ പറയുന്നത് പൊന്നിവേറെ മരിക്കണേന്റെ മുമ്പ്, വഫാത്തിന്റെ മുമ്പ് വേറെ പല, വഫാത്തിന്റെ ശേഷം പല അത്ഭുതമുണ്ട്, മുമ്പും പല അത്ഭുതമുണ്ട്. നൂറുൽ അബ്സാർ എന്ന കിതാബ് നോക്കാം, ഉസ്താദുമാർക്ക് പഠിതാക്കൾക്ക് നോക്കാം. പൊന്നിവേറെ മൗത്തി ഹിജ്റ 200 ആട്ടേ പൂരിദാ റമളാനിലുൾ ജുമുഅ രാവിലെ തിട്ടേ. ഒരു വെള്ളിയാഴ്ച രാവിലാണ് അവര് വഫാത്തായത്. റമളാൻ മാസത്തിലാണ്. 208 ഹിജ്റയുടെ 208 കൊല്ലത്തിലാണ്. അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനേ. വഫാത്തായപ്പോ അവരെ ഭർത്താവിന്റെ പേരെന്താ പറഞ്ഞു? നഫീസ ബീവിന്റെ ഭർത്താവിന്റെ പേര് ആർക്കും ഓർമ്മയില്ല. എന്ത് പറച്ചില്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട്? എന്താ മോനെ? അത് തന്നെ ഉറക്കാനെ പറയും. ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. പടച്ചോനെ, ഇസ്ഹാഖ് എന്നൊരു പേരാണ് ഓൻ പറഞ്ഞത്. ഇസ്ഹാഖ് റളിയല്ലാഹു, ഇസ്ഹാഖ് അൽ മുഅ്തമിൻ. അവരെ കൈയൊന്ന് സ്വർഗത്തിൽ വെച്ച് പിടിക്കാൻ ആ കുട്ടിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനേ. നിങ്ങൾ ആമീൻ പറഞ്ഞോളി. ആരെങ്കിലും ഒരാൾ ആമീൻ അല്ലാഹ് കബൂലാക്കിയാൽ ഓനെ മാത്രം കബൂലാക്കൂല, പടച്ചോൻ എല്ലാരെയും കബൂലാക്കും. ഞങ്ങളെ മൊത്തമായി ലോകത്തിന്റെ പല ഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ ഇതിൽ ആമീൻ പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരെയും കബൂലാക്കണം റഹ്മാനേ. ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ എത്തിക്കണം റഹ്മാനേ. ഇസ്ഹാഖ് എന്ന് പറഞ്ഞ ഒരു ബറക്കത്തുള്ള പേരാ. കുട്ടിയൊക്കെ ആ പേരിട്ടോണ്ടിട്ടോ എല്ലാവരും. ഇനി ഏതെങ്കിലും ആൺകുട്ടി ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ വയല് കേൾക്കുന്ന പെൺകുട്ടി സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്ഹാഖ് എന്ന് പേരിട്ടോളി ഇൻഷാ അല്ലാഹ്. ഇസ്ഹാഖ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോനാണ് ഇസ്ഹാഖ്. ഏതായാലും നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹാനെ വഫാത്തായപ്പോ ഇസ്ഹാഖ് എന്നവര് പറഞ്ഞു, എൻ്റെ ഉപ്പാപ്പാൻ്റെ ഒക്കെ നാട് മദീനത്താണ്, ഞങ്ങൾ ഉപ്പാപ്പ ഉള്ളത്, ഉപ്പാപ്പമാരെല്ലാവരും ഉള്ളത് മദീനത്താണ്, അങ്ങോട്ട് കൊണ്ടുപോകണം, ജനാസന ആണ്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവർക്കൊരു പൂരി. അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഖൈറുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞു, എവിടെ വഫാത്തായത് അവിടെ തന്നെ മയ്യിത്ത് മറയണം, ആ നാട്ടുകാർക്കാണ് അത് ഫർള് കിഫായാണ്. ഏതായാലും ആട്ടെ, ഖൈറുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇസ്ഹാഖ് എന്നവർ പറഞ്ഞു, എന്ത് ഞാൻ കൊണ്ടുപോകണം.
നാട്ടുകാർക്ക് വലിയ സങ്കടമായി. ഞങ്ങളുടെ ബറക്കത്തിന്റെ കേദാരമായ മിസ്ർ നാട്ടുകാർക്ക് ബറക്കത്തിന്റെ കേദാരമായ മിസ്ർ നാട്ടിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഈ നഫീസ ബീവിനെ കൊണ്ടുപോകരുത്, ജനാസയെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. അവസാനം ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെളിപ്പെട്ടു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ തന്നെ മറവ് ചെയ്തോളൂ മോനെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രത്യേകമായ അനുവാദ പ്രകാരം മിസ്റിൽ തന്നെ നഫീസ ബീവിയെ മറവ് ചെയ്യുകയാണ്. ഹിജ്റയുടെ 208 കൊല്ലത്തിൽ അവർ വഫാത്തായി. അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഒരുപാട് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഇതേമാതിരി നഫീസ ബീവിന്റെ ആണ്ട് റമദാനിൽ കഴിക്കണമെന്ന് നമ്മുടെ ജർസിന്റെ ഉസ്താദുമാരും അമാനി ഉസ്താദ്, അബ്ദുൽ ഗഫൂർ ബാക്കബി ഉസ്താദ് അവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇത് വലിയൊരു തുടക്കമാകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. സയ്യിദ് അവരുടെ ദുആ ആരംഭിക്കാൻ പോവാണ്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹാ എന്ന് പറഞ്ഞാൽ ഇത് കേട്ടവർക്ക് ചെറിയൊരു ചിത്രം മനസ്സിലായിട്ടുണ്ടാവും. നഫീസ ബീവി ആരാന്നുള്ള നമ്മളെ സഹോദരിമാർക്ക് അറിയൂല എന്നാണ് നമ്മളെ അബ്ദുള്ള അമാനി ഉസ്താദ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹദി അവർകളെ പൊരുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകണം. സയ്യിദം ആമീൻ.